ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച സം ലോസ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. കാരണം ഒരു നിയമം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും 100% ഡിറ്റർമിനിസത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, പൊതുവേ കണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കണെന്ന് വെച്ചാൽ അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഈ പറയുന്ന പല നിയമങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പാർക്കിൻസൺസ് ലോ, വർക്ക് എക്സ്പാൻസ് സോ ആസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അപ്പൊ അതൊരു 1960s തോന്നുന്നു. സിറിൽ നോർത്ത്കോട്ട് പാർക്കിൻസൺ എന്ന് പറഞ്ഞ ഒരാള് ബ്രിട്ടീഷ് ബ്യൂറോക്രസിയുടെ പല കാര്യങ്ങൾ സ്റ്റഡി ചെയ്തപ്പോൾ അയാൾക്ക് വന്ന ഒരു ഇൻസൈറ്റ് ആണ്. അത് അയാൾ ക്രോഡീകരിച്ച് ഒരു പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞൊരു ബുക്ക് വരെ ഉണ്ട്. ഞാനൊരു എന്താ വെച്ചാൽ ഈ പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞ കാര്യം ഞാൻ കേൾക്കുന്ന ഒരു സാബു പോൾ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് നിന്നാണ്. അപ്പോൾ അയാൾ അതിനൊപ്പം തന്നെ പീറ്റർ പ്രിൻസിപ്പിളും പറഞ്ഞിരുന്നു. പീറ്റർ പ്രിൻസിപ്പിളും എല്ലാവരും കേട്ടിട്ടുണ്ടാകും, എവരി മാൻ റൈസസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ് 13 സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലോസ് ബൈ ആൻഡൻ സൈഡസ്. അപ്പോൾ ഈ പുള്ളിയുടെ ഇതിൽ പാർക്കിൻസൺസ് ലോ ഇല്ല, കാരണം അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനേക്കാളും ഒരു ഓർഗനൈസേഷണൽ ലെവൽ ലോ ആണത്. അതായത് എവറി മാൻ റൈസസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് എന്നാണ്. അതായത് ഒരാൾ കഴിവിൽ നിന്ന് കഴിവുകേടിലോട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ സെയിൽസിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അയാളെ ചിലപ്പോൾ ഫിനാൻസിലോട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻദാസ് പൈ എന്ന് പറഞ്ഞ പുള്ളി ഇൻഫോസിസിന്റെ CFO ആയിരുന്നു. അപ്പോൾ എന്തോ അവരുടെ റൊട്ടേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് പുള്ളി ചീഫ് പീപ്പിൾ ഓഫീസറായി. അന്ന് മുതൽ മറ്റേ ഇൻഫോസിസിന്റെ ഈ എന്താ പറയുക HR ഡിവിഷൻ കുളമായെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അത് ഒരു ഉയർച്ചയുടെ അല്ല, റൊട്ടേഷന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ അയാൾ ഇത് കേട്ടിട്ട് എന്നെ ഒന്ന് അടിക്കും, പക്ഷെ ഇങ്ങനെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ എല്ലാ ലോയിനെ കുറിച്ച് ഇതൊരു ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ചെയ്യാൻ പോണത്. ആദ്യം ഒരു അവലോകനം തന്നിട്ട് ഓരോ ലോയും ഒരു ലോ എന്താണ് പറയും, അതിന്റെ വേർഡിങ്സ് വരുമ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന 5-6 പേരിൽ അവർക്ക് അവരുടെ അനുഭവമായിട്ട് അതിനെ കോറിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 13 നിയമങ്ങൾ അത് നമ്മുടെ വൊക്കാബുലറിയുടെ പാർട്ടാവുമെന്നാണ് വിവക്ഷ. അപ്പോൾ ഇതിൽ ഇപ്പൊ പാർക്കിൻസൺസ് ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. പാർക്കിൻസൺസ് ലോ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വർക്ക് എക്സ്പാൻസ് സോ ആസ് ടു ടൈം അവൈലബിൾ ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അപ്പോൾ ഹോഫ്സ്റ്റാഡർസ് ലോ, ഡഗ്ലസ് ഹോഫ്സ്റ്റാഡർ എന്ന് പറഞ്ഞ ഒരു ഫിസിസിസ്റ്റും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ചർ ഉണ്ട്. പുള്ളിയുടെ ഫേമസ് ബുക്ക് ഈ എന്താ പറയുക ഗോഡൽ എഷർബാക്ക് ആണ്. അപ്പോൾ അതൊരു റിക്കർസീവ് ആയിട്ടുള്ള ഒരു ലോയാണ്. അതായത് ഹോഫ്സ്റ്റാഡർ ലോ എന്ത് കാര്യവും ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക, അപ്പോൾ ജസ്റ്റ് ഇറ്റ് ആൾവേസ് ടേക്സ് ലോങ്ങർ ദാൻ യു എക്സ്പെക്ട് ഈവൻ വെൻ യു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഹോഫ്സ്റ്റാഡേഴ്സ് ലോ. അതായത് ഹോഫ്സ്റ്റാഡേഴ്സ് ലോ തന്നെ എന്തും ഡിലേ ആയിട്ടേ വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഹോഫ്സ്റ്റാഡർ ലോ കണക്കിലെടുത്താൽ പോലും അങ്ങനെയാണെന്ന് പറയുന്നത്. അതാണ് ഒരു അതിൻ്റെ ഉള്ളിലത്തെ റിക്കർസീവ് ലോ. ഓക്കെ, പിന്നെ ബ്രൂക്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെഡ് ബ്രൂക്സ് എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയൻസ് റിസർച്ചർ ഉണ്ട്. അയാൾ ആദ്യകാലങ്ങളിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ പിൽക്കാലങ്ങളിൽ പുള്ളി മറ്റേ വെർച്വൽ റിയാലിറ്റിയിലും പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും മിത്തിക്കൽ മാൻ മന്ത് എന്നുള്ള ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്രൂക്സ് ലോ യുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 പെണ്ണുങ്ങൾ പ്രസവിക്കാൻ തയ്യാറായി എന്ന് വെച്ചിട്ട് ഒരു കുഞ്ഞ് 1 മാസം കൊണ്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം. അതായത് ഈ ചില കാര്യങ്ങൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബൈ ആഡിങ് മോർ പീപ്പിൾ യു ആർ നോട്ട് കോൺട്രിബ്യൂട്ടിങ് മച്ച് എന്നാണ് അതിൻ്റെ എതിർവൃത്തം. ഇനി അടുത്തത് കോൺവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജോൺ ഫുൾട്ടൺ കോൺവേ ഉണ്ട്. അയാളാണ് മെയ്സ് എന്ന് പറഞ്ഞ ഗെയിം അല്ലെങ്കിൽ ഗെയിം ഓഫ് ലൈഫ് ഉണ്ടാക്കിയേക്കണേ. അപ്പൊ ഇതില് ശരത്താന്ന് തോന്നും, ശരത്ത് കരിയർ തുടങ്ങുന്ന സമയത്ത് ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ കോൺവേസ് ഗെയിം ഓഫ് ലൈഫ് വെച്ചിട്ടാണ് ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ഒരു നിതിൻ ബേക്കൽ എന്ന് പറഞ്ഞ പുള്ളിയാന്നുണ്ട് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കോൺവേ വേറെ 3 കോൺവേസ് ഉണ്ട്. ഇതില് മെൽവിൻ കോൺവേ എന്ന് പറഞ്ഞ ഒരാളുടെയാണ് ഈ നിയമം. നിയമമല്ല, അയാൾ ഒബ്സർവ് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ 5 ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ഈ അതിന്റെ എന്താ പറയാ 5 മൊഡ്യൂൾസ് ഉണ്ടാവും ആ സോഫ്റ്റ്വെയറിന്. അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഓഫ് ദി സോഫ്റ്റ്വെയർ മിറേഴ്സ് ദി ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഓരോ കമ്പനിയുടെ ഇപ്പൊ ഇങ്ങനെ ഇതാണ്. ഈ വാർഡ് കണ്ണിങ്ങാം എന്ന് പറഞ്ഞൊരു
പുള്ളിയുണ്ട്. പുള്ളിയാണ് ഈ വിക്കിപീഡിയയുടെ ഒറിജിനേറ്റർ. അപ്പോൾ മണി കണ്ണിങ്ഹാം എന്ന് പറഞ്ഞൊരു പുള്ളി ഈ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പുള്ളിയാണ് ഈ മറ്റേ എന്താ പറയുക ഹോൾ വാല്യൂ കൺസെപ്റ്റ് എന്ന് പറഞ്ഞുണ്ടാക്കിയത്. അതായത് ഇപ്പോൾ ഡൊമൈൻ ഡ്രിവൺ ഡിസൈനിൽ പൊതുവേ 5 കാര്യങ്ങളുള്ള എൻറ്റിറ്റി, വാല്യൂ ഒബ്ജക്റ്റ്, മറ്റേ എന്താ പറയുക അഗ്രഗേറ്റ്സ്, ഡാറ്റ ട്രാൻസ്ഫർ ഒബ്ജക്റ്റ്, പിന്നെ റിസോൾവ്ഡ് ഡാറ്റേനെ കോമ്പോസിറ്റ്സ് എന്ന് ചിലർ വിളിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഈ വാല്യൂ ഒബ്ജക്റ്റ് എന്താണെന്നുള്ളൊരു ചർച്ച ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളായിട്ട് തർക്കം നടന്നു. അപ്പോൾ ആ തർക്കം നടന്നു കഴിഞ്ഞപ്പോൾ വാല്യൂ ഒബ്ജക്റ്റ് ഒരു പർട്ടിക്കുലർ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുള്ളി പറഞ്ഞത്. അതായത് കൺസ്ട്രക്ടറിൽ എല്ലാ പാരാമീറ്ററും എടുക്കണം, ഗെറ്റേഴ്സേ ഉണ്ടാവുള്ളൂ, സെറ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ആ ഐഡിയനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാർഡ് കണ്ണിങ്ഹാമിൻ്റെ ഹോൾ വാല്യൂ കൺസെപ്റ്റ് എന്നുള്ളൊരു സാധനത്തിൻ്റെ എംബോഡിമെൻ്റ് ആണത്. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഷെയർഡായിട്ടും വാല്യൂ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോപ്പി ഓൺ റൈറ്റ് വഴിയും വാല്യൂ ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ശരിക്കും 3 രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ ആ ഒരു തർക്കത്തിൽ ഈ കണ്ണിങ്ഹാമിൻ്റെ ഹോൾ വാല്യൂ കൺസെപ്റ്റാണ് ഈ കൺസ്ട്രക്ടറിലെ പാരാമീറ്റർ കൊടുത്തിട്ട് ഗെറ്റർ സെറ്റർ ഒഴിവാക്കുന്ന ആ ടെക്നിക്കിനെ പറയുന്നത്. അപ്പോൾ ഈ അതേ വാർഡ് കണ്ണിങ്ഹാം എന്താ പറയുക എന്താ പറയുക the best way to get the right answer on the internet is not to ask a question but to post the wrong answer. അത് ഈ ഇപ്പോൾ ഇതേ ഐഡിയ തന്നെയാണ് ഇന്നേ വേ മറ്റേ എന്താ പറയുക നമ്മൾ ഈ ടെസ്റ്റ് ഡ്രിവൺ ഡെവലപ്മെന്റ് നടക്കണേ. റാദർ ദാൻ ഇപ്പോൾ നമ്മളൊരു ബഗ് ഫിക്സ് ചെയ്യാനാണ് കൂടുതലും ഫാസ്റ്റ് നമ്മളൊരു കോഡ് എഴുതുന്നതിനേക്കാളും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ഫെയിൽ ആക്കിയിട്ട് ആ ടെസ്റ്റ് സക്സീഡ് ചെയ്യിക്കാൻ വേണ്ടി കോഡ് എഴുതി കഴിഞ്ഞാൽ ബെറ്റർ പ്രൊഡക്ടിവിറ്റി കിട്ടാമെന്ന് പറയുന്നതിൻ്റെ ഒരു കുറച്ചുകൂടി ഒരു മാക്രോ ലെവലിലെ വെർഷനായിട്ട് കണ്ണിങ്ഹാം ലോ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ തിയോഡർ സ്റ്റർജൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഈ 90% ഓഫ് വാട്ട് എവർ യു ഡു ഈസ് സ്ക്രാപ്പ് എന്ന കണ്ടാണ്. അതായത് ഇത് ഡാനിയൽ ഡെന്നറ്റിൻ്റെ ഒരു ഫേമസ് ബുക്കുണ്ട്, ഇൻറ്റ്യൂഷൻ, പംപ്സ് ആൻഡ് അതർ ടൂൾസ് ഫോർ തിങ്കിങ്. അതിലാണ് ഞാനിത് എൻകൗണ്ടർ ചെയ്യുന്നത്. ഈ പിന്നെ ഇത് തന്നെ പിന്നെ സാവിൻസ്കീസ് ലോ എന്താ നോക്കാം. അതായത് എവറി പ്രോഗ്രാം അറ്റംപ്റ്റ്സ് ടു എക്സ്പാൻഡ് അണ്ടിൽ ഇറ്റ് ക്യാൻ റീഡ് മെയിൽ. പ്രോഗ്രാംസ് വിച്ച് കനോട്ട് സോ എക്സ്പാൻഡ് ആർ റീപ്ലേസ് ബൈ വൺസ് ദാറ്റ് കെയിം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് നോക്കണം. അതായത് ഈ എല്ലാ സോഫ്റ്റ്വെയറിനും കോമൺ നമുക്ക് ആ ഇത് വരുമ്പോൾ ചെയ്യാം. എനിക്ക് ഇതിൽ നിന്ന് sort of I am getting it, but I don't know it yet. പിന്നെ ഹിംസ് ലോ എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഹിംസ് ലോ എന്താന്ന് നോക്കാം. With a significant number of users of an API, it does not matter what you promise in the contract. All observable behaviors of your system will be dependent on by somebody. അതായത് ഇപ്പോൾ അബ്സ്ട്രാക്ഷൻ ലീക്കായിട്ട് അതിനെ വേണമെങ്കിൽ നമുക്ക് ബന്ധപ്പെടുത്താം. ഞാനിപ്പോൾ പ്രഥമ ദൃഷ്ടിയാണ്, ഞാൻ ആദ്യമായിട്ട് ഇത് കറക്റ്റായിട്ട് വായിക്കാൻ നോക്കണേ. അപ്പോൾ ഒരു API ഒരു വെൽ ഡിഫൈൻഡ് കോൺട്രാക്റ്റിനനുസരിച്ചിട്ടാണ് API ഉണ്ടാക്കണേ. അതായത് ഈ കോഡ് ഫസ്റ്റ്, ഡാറ്റാബേസ് ഫസ്റ്റ്, കോൺട്രാക്ട് ഫസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും പ്രാക്ടിക്കലി അതായത് ഒരു ഇന്റർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇന്റർ കമ്പനി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു EDI ഇലക്ട്രോണിക് ഡാറ്റ എക്സ്ചേഞ്ചിനൊക്കെ ഒരു കോൺട്രാക്ട് ഫസ്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും. പക്ഷേ ഈ അതിലെങ്ങനെ നിങ്ങൾക്ക് അബ്സ്ട്രാക്ഷൻ സ്പില്ലേജ് ഉണ്ടായി കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം എല്ലാം ഉപയോഗിക്കേണ്ടി വരും. അതായത് നിങ്ങൾക്ക് കോൺട്രാക്ട് നിങ്ങൾ പുതിയൊരു API ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ തോന്നുന്നു. അത് എന്താണെന്നുള്ളത് ആ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രൈസ് ലോ ഉണ്ട്. പ്രൈസ് ലോ in any group 50% of the work is done by the square root of number of people. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 പേരുണ്ടെങ്കിൽ 3 പേരെ പണിയെടുക്കുള്ളൂ എന്നുള്ള ആ ഒരു തത്വം. അതായത് ഈ 50 ഈ പെർസെൻറ്റേജിനൊക്കെ ഒരു തമാശയുണ്ട്. ആവറേജ് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ഈ ഇന്നവേ മർഫീസ് ലോ ഇപ്പോൾ 10ന് 3 വരുന്നത് അല്ലെങ്കിൽ 20ക്ക് 4 വരുന്നത് ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം അതായിട്ട് ഈ പ്രൈസ് ലോ അതാണ് പറയുന്നത്. ഇത് ആസ് പെർ ദി ആർട്ടിക്കിൾ. പിന്നെ റിംഗൽമാൻ എഫക്റ്റ്, അതായത് ഒരു ജർമ്മൻ പേരാണ് കണ്ടിട്ട്. The tendency for individual members of a group to become increasingly less productive as the size of their group increases. So ഇത് ഒരു കോമൺ ആയിട്ടുള്ള
കാര്യമാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ ദ ടീം സൈസ് ഇസ് 5 ആൻഡ് ദെൻ യു ആർ വൺ എമംഗ് ഇപ്പോൾ 20% ഓഫ് ദ ടീം നിങ്ങളായിരിക്കും. പെട്ടെന്ന് ടീമിന്റെ സൈസ് 50 ആയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലീഡർഷിപ്പ് കിട്ടിയാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ 7% ഒക്കെ ആയി മാറാം. അപ്പോൾ 20% ആയിരുന്നു നിങ്ങൾ പെട്ടെന്ന് പ്രസക്തി ഇല്ലാണ്ട് വരുമ്പോൾ നിങ്ങളുടെ മോട്ടിവേഷൻ ടു വർക്ക് കുറയാം എന്നുള്ളതായിരിക്കാം ഇതിൻ്റെ ഇത്. പിന്നെ എന്താ പറയുക, ഗുഡ് ഹാർട്ട്സ് ലോ. പിന്നെ മെഷർ ബിക്കംസ് എ ടാർഗറ്റ്, ഇറ്റ് സീസസ് ടു ബി എ ഗുഡ് മെഷർ. ഇതൊരു വലിയ കാര്യമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു പേഴ്സണൽ ആനക്ഡോട്ട് എടുക്കുകയാണെങ്കിൽ, കൊല്ലങ്ങൾക്ക് മുമ്പ് മെറ്റാ ട്രേഡർ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാസ്റ്റ് ഹിസ്റ്റോറിക്കൽ സെയിൽസിൻ്റെ ഡാറ്റ വരുമായിരുന്നു. അപ്പോൾ അതിലോട്ട് കർവ് വരച്ചിട്ട് നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റ് കാൻഡിൽ ചാർട്ടൊക്കെ വരച്ചിട്ട് അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ സപ്പോർട്ടിന് വേണ്ടി റിഗ്രഷൻ ലൈൻ ഫിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ഒരു കർവിന് ലൈൻ ഫിറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈനിന് വേണ്ടി കർവ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായി മാറ്റം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ അവിടെ ആ റിഗ്രഷൻ ലൈനിലോട്ട് ഡാറ്റ ഫിറ്റ് ചെയ്യിക്കുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ വന്നു. ദിസ് ഹാപ്പൻസ് ഓൾവേസ്. അതായത് ഒരു പ്രീ ഡിഫൈൻഡ് ഫിഗറിലോട്ട് കാര്യങ്ങൾ ഫഡ്ജ് ചെയ്യാനോ കുക്ക് ചെയ്യാനോ. പിന്നെ അടുത്തത് ഗിബ്സ് ലോ ആണ്. എനിത്തിങ് യു നീഡ് ടു ക്വാണ്ടിഫൈ ക്യാൻ ബി മെഷർഡ് ഇൻ സം വേ ദാറ്റ് ഈസ് സുപ്പീരിയർ ടു നോട്ട് എനിത്തിങ് യു നീഡ് ടു ക്വാണ്ടിഫൈ ക്യാൻ ബി മെഷേർഡ് ഇൻ സം വേ ദാറ്റ് ഈസ് സുപ്പീരിയർ ടു നോട്ട് മെഷറിങ് ഇറ്റ് അറ്റ് ഓൾ. അതായത് ഈ ക്വാണ്ടിഫൈ ചെയ്ത് പ്രൂവ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നത്. ഇപ്പം എന്താ നമുക്ക് ഇത് വരുമ്പോൾ അതായത് അല്ലെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻ ഫാൾസ് ആണെന്നുള്ളത് പറയാനായിരിക്കാം. ഇതിപ്പോൾ മർഫീസ് ലോ എനിത്തിങ്. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസൺസ് ലോ, പീറ്റർ പ്രിൻസിപ്പിൾ, മർഫീസ് ലോ, ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ സിവിലൈസേഷൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടും. ഇപ്പോൾ പാർക്കിൻസൺസ് ലോ പറയുന്നത് എന്താണ്? എവരി മാൻ റൈസസ് ടു ഹിസ് ലെവൽ ഓഫ് ഇൻകോമ്പറ്റൻസ് എന്നാണ്. സോറി, പീറ്റർ പ്രിൻസിപ്പിൾ പറയുന്നത്. പാർക്കിൻസൺസ് ലോ പറയുന്നത് എന്താണ്? വർക്ക് എക്സ്പാൻസ് വാസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ കംപ്ലീഷൻ. മർഫീസ് ലോ പറയുന്നത് എന്താണ്? ഇഫ് സംതിങ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ ആൾവേസ് ഗോ റോങ് ഈവൻ ഇഫ് യു ട്രൈ ഇറ്റ് അതർവൈസ്. അപ്പോൾ ഈ 3 തത്വങ്ങൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് വെസ്റ്റിലെ എല്ലാ സിസ്റ്റംസും. അപ്പോൾ ഒരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്കിൽ നിന്നാണ് ഈ എന്താ പറയുക മോഡേൺ കോർപ്പറേഷൻസിൻ്റെ പല ഇത് വരുന്നത്. അത് കൾച്ചറലി ഭയങ്കര ഇൻട്രൂസീവ് ഒക്കെ ആവാം. അതാണ് ഈ പല ഓർഗനൈസേഷണൽ സ്ക്രിമിഷസിനൊക്കെ കാരണം. അപ്പോൾ ഈ മർഫീസ് ലോ, പീറ്റർ പ്രിൻസിപ്പിൾ ഈ ലിസ്റ്റിലില്ല. മറ്റേ അതേമാതിരി തന്നെ ഫഡ്സ് ലോ ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഉണ്ട്, ഇപ്പോൾ കോസ്റ്റിംഗ് എസ്റ്റിമേഷനിലൊക്കെ വരുന്നത്. അതിൽ ഇനിയും നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ വേറെയും ലോ കിട്ടും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോമൺ വൊക്കാബുലറി ടു റെപ്രസെൻറ്റ് റെക്കറിങ് ഫിനോമിന ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഇതിനെക്കുറിച്ച് ഓവറോൾ ഇത് ചെയ്യാനുള്ളത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഡിസ്കഷൻ ഞാനിവിടെ പാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ബിഫോർ ഐ ഗെറ്റ് ഇൻ ടു ഈച്ച് ലോ ഇൻ ടേൺ, ഓവറോൾ ഇപ്പോൾ ഈ 13 എണ്ണവും ഇപ്പം ഞാൻ സംസാരിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും ആഡ് ചെയ്യാനോ മറ്റേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചിട്ട് ഡീറ്റെയിലോട്ട് ഇറങ്ങാം. അപ്പോൾ നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ദ ഡിസ്കഷൻ. പറഞ്ഞോളൂ. ഈ ഒരു എക്സാമ്പിൾ ഗുഡ് ഹാർട്ട് ലോ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത് നമ്മൾ മറ്റേ ടെസ്റ്റ് കവറേജ് വരുമല്ലോ. അത് ഗുഡ് ഹാർട്ട് ലോ എന്ന് കേട്ടോ. വെൻ എ മെഷർ ബിക്കംസ് എ ടാർഗറ്റ്, അതായത് നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് ഡ്രിവൻ ഡെവലപ്മെന്റിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ടെസ്റ്റ് കവറേജ് ഒക്കെയാണല്ലോ പ്രൊസീജിയർ. അപ്പൊ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അതായത് കവറേജ് കൂട്ടാൻ വേണ്ടിയുള്ള മെട്രിക്സ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അതായത് എത്തിക്കാൻ വേണ്ടി അതൊരു നല്ലൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. കാരണം അതായത് സംതിങ് വിച്ച് ഷുഡ് ബി ആൻ ആട്രിബ്യൂട്ട് അത് ഗോളായി മാറും അല്ലേ? അപ്പൊ അതെനിക്ക് ഓർമ്മ വന്നു. പിന്നെന്താണ് നമുക്ക് 1 by 1 പോവാ, അല്ലെങ്കിൽ നടക്കില്ല. അല്ല അത് പോവാ. അല്ല ഞാൻ ഓവറാൾ ഈ ഒരു ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, വല്ല യൂസ് ഉണ്ടോ? ഇതെല്ലാം യൂസ് ഉണ്ട്. ഇതൊക്കെ കോർപ്പറേറ്റിൽ അടിയാവുന്നതാണ്. ഇപ്പൊ ഈ ഗുഡ് ഹാർട്ട്സ് ഇപ്പൊ ശ്രീത്ത് പറഞ്ഞ ഇതിൽ ഇപ്പൊ ഞങ്ങളുടെ ഡോറാമെട്രിക്സ് ആണ് പ്രശ്നം.
ഇപ്പൊ മെട്രിക്സിന് വേണ്ടി ആൾക്കാര് ഡോറ എന്നുവെച്ചാ അത് ഈ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മറ്റേ എഫിഷ്യൻസി ഒക്കെ എങ്ങനെ മെഷർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ വൺ ഓഫ് ദ ഇതാണ്. ഇപ്പൊ അതിന് ഫുള്ളൊന്നും ചോദിക്കരുത് സാറേ, ഞാൻ ഫുള്ളും മര്യാദക്ക് അല്ല ഇപ്പൊ സൈക്കിൾ ടൈം എന്നൊക്കെ ഉള്ള പല വെക്ടേഴ്സ് ഉണ്ട്. അത് ഡെവോപ്സിന്റെ ടേം ആണെന്ന് തോന്നണല്ലേ മൊത്തമായിട്ട് ഇല്ല വരുന്നത്. അത് ഡെവോപ്സിന്റെ ടൈം പറയാൻ കാരണേ അല്ല, അത് നമുക്ക് ഡിപ്ലോയ്മെന്റ് എല്ലാം വരുന്നോണ്ടാണെന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഡെവോപ്സ് പിൻ കിടക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, സോഫ്റ്റ്വെയർ മൊത്തം സൈക്കിൾ ടൈം ആണത് കണക്കാക്കണേ. പക്ഷെ അതിൽ ഡെവലപ്മെന്റ് വരും അല്ലേ? അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് ഡെവലപ്മെന്റ് സൈഡ് ഇഫക്റ്റ് ആണ് ഡോറാമെട്രിക്സിന്റെ ഔട്ട്കം അല്ലേ? അങ്ങനെയാണോ? ഓക്കെ. ഈ മെട്രിക്സ് ഞാൻ ഇതുവരെയും കേട്ടില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പൊ ഇത് എത്ര കാലമായി ഇതിങ്ങനെ വോഗലായിട്ട് കമ്പനിയിലുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് പല ടാർഗറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റി. പലതവണ ഞാൻ കോൾ ഔട്ട് ചെയ്തു, പല സാധനങ്ങളും മെഷറബിൾ അല്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ ആർക്കിടെക്റ്റിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കുറെ കൺവിക്ഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അപ്പോ ഒരിടക്ക് പിന്നെ ഞങ്ങള് കളക്റ്റീവ്ലി അത് ട്വീക്ക് ചെയ്യാനൊക്കെ നിന്നു. പിന്നെ മനസ്സിലായത് അങ്ങനെ വിടുന്നതാണ്. അവര് കറക്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാത്തതിന്റെ പ്രശ്നമാണെന്നുള്ളതേ. അല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഡോറാമെട്രിക്സിലോട്ട് നിങ്ങളുടെ പ്രോസസ്സ് ഫിറ്റ് ചെയ്തപ്പോ പ്രൊഡക്ടിവിറ്റി കുറയോ കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയോ? ഇല്ല സാർ, അത് ഇൻട്രൂസീവ് ആയിട്ടില്ല ഇതുവരെ. പക്ഷെ അതായത് കുറച്ച് പൊളിറ്റിക്കൽ അവയർനെസ് കൂടിയതിന്റെ പ്രശ്നമാണ്. അതായത് ഇത് ഒരു മെട്രിക് ഉണ്ടെങ്കിൽ അത് മെഷർ ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അപ്പോ അതായത് സാധനം ഇപ്പൊ ഇന്റഗ്രേറ്റഡ് ടു അവർ സിസ്റ്റം ആണ്. അപ്പോ അത് വെച്ചിട്ട് നമുക്ക് ആക്റ്റീവ്ലി ഒരു ഫീഡ്ബാക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് കരുതി അത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുന്നില്ല എന്നാവുന്നില്ല. അതായിരുന്നു എന്റെ പ്രശ്നം, അത്രേ ഉള്ളൂ. അല്ല, അതൊരു വലിയ പ്രോബ്ലം അല്ലേ? ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പലപ്പോഴും മിക്ക സ്ഥലത്തും കാണുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ മെഷീൻ ലേണിംഗിലും ഒക്കെ ഈ മോഡൽസും ഒക്കെ ഇപ്പൊ ടീച്ചിങ് മോഡൽസ്, ആരാണോ കൂടുതൽ ടൈം മെട്രിക്സ് എൻ്റർ ചെയ്യാൻ വേണ്ടി സമയം എടുക്കുന്നത് അവൻ ബെറ്റർ ടീച്ചറായിട്ട് പുറത്തു വരും. അങ്ങനത്തെ സിറ്റുവേഷൻ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതായത് ഇപ്പോഴും ഒരു കൺവെൻഷണൽ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. പക്ഷെ ഈ സാധനം അവിടെ ഉണ്ട്. അതായത് അത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റൽ ഇൻഫർമേഷൻ കിട്ടാം അല്ലെ? ഏത് മെഷർ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ ഡോറാമെട്രിക്സ് അനുസരിച്ചുള്ള ഡാറ്റ അവിടെ ക്യാപ്ചേർഡ് ആണ്. അത് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഡോറാമെട്രിക്സ് എന്തിനു ഉപയോഗിക്കുന്നോ അത് തന്നെ വേണമെന്നില്ല, അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാമെന്നാണ് പറഞ്ഞു തന്നെ. അല്ല, അത് വെച്ചിട്ട് അതായത് ഇപ്പൊ മറ്റേ ഇപ്പൊ ഫയർ ചെയ്യണ സമയത്തായിരിക്കും ഈ സാധനം എടുക്കാൻ പോണത്. അല്ലെങ്കിൽ അതെ. പക്ഷെ അത് ആക്ച്വൽ സിറ്റുവേഷൻ റിഫ്ലക്ട് ചെയ്യുന്നില്ല അതിനകത്ത് ഡോറയില്. അതായത് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്താണോ ആക്ച്വൽ സിറ്റുവേഷൻ ക്യാപ്ചർ ചെയ്യപ്പെടുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് ഇപ്പൊ എനിക്കിപ്പോ ഇത് റെക്കോർഡിംഗ് ആണ്, എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിന്റെ അതായത് ഈ പല സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിഫറെന്റ് ആണ്. ബെഞ്ച് മാർക്സ് മെഷർ ചെയ്യുന്ന ബെഞ്ച് മാർക്സ് കറക്റ്റ് അല്ല. പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ക്വാളിറ്റി അഷുറൻസ് ടീം അങ്ങോട്ട് ഇമ്പോസ് ചെയ്തതാണോ? CIO ലെവലിൽ എന്തോ വന്നതാണ് സാധനം. അതായത് ഈ മറ്റേ ചീഫ് പീപ്പിൾ ഓഫീസർ ഈ മറ്റേ കമ്പനിയുടെ ഉള്ളില് ഗാമിഫൈ ചെയ്തിട്ടൊക്കെ മറ്റേ മെട്രിക്സ് ഒക്കെ എൻട്രി ചെയ്യിപ്പിക്കണ പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടോ? ഇല്ല, ഇത് സാറേ ഇത് ജിറ, നമ്മുടെ കമ്മിറ്റ്സ്, ബ്രാഞ്ചിങ് സ്ട്രാറ്റജി, പിന്നെ ഇത് ഇപ്പൊ ഡിപ്ലോയ്മെന്റ് ഡെവലപ്പ് സാധനങ്ങളൊക്കെ ഇന്റഗ്രേഷൻ ഒക്കെ വരും അവിടെ. എല്ലാം കൂടിയുള്ള ഒരു ഇന്റഗ്രേറ്റഡ് പറ. അല്ല ചേട്ടാ, ഞാൻ കേട്ടേക്കണതേ, അതായത് ഒരു സിസ്റ്റം ആസ് എ ഹോള് എന്റർപ്രൈസ് ലെവലില് നമുക്ക് ആ ഡോറയിലുള്ള 4 മെട്രിക്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റം എങ്ങനെ ഓടുന്നു, പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ്, താഴെയുള്ളവർ എഫിഷ്യന്റ് ആണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇവര്
അത് ഡെവലപ്മെന്റ് ലെവലല്ല, അതായത് ഒരു സ്റ്റേക്ക് ഹോൾഡർ ലെവലിലല്ലേ ഇത് കൂടുതൽ ഉപയോഗിച്ചു വരുന്നത്. അല്ലല്ലോ, രണ്ട് സൈക്കിൾ ടൈം എവിടെയാ വരുന്നത്? സ്റ്റേക്ക് ഹോൾഡറാണ് ഇത് ഇട്ടത്. ഫസ്റ്റ് പ്ലേസിൽ ഒരു ബോട്ടം അപ്പ് ആയിട്ട് വന്നതല്ല. ലോകത്തെ ഓർഗനൈസേഷണൽ ഡിസൈൻ തിങ്ക് ടാങ്കിലും ഓപ്പറേഷൻസ് ലെവലിലോ അല്ലെങ്കിൽ ഈ HR പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മള് ആൾക്കാരുടെ കൊടുത്ത പൈസനെ വാല്യൂ ജനറേറ്റ് ചെയ്യേണ്ടത് അറിയാൻ വേണ്ടി എന്തെങ്കിലും ഇൻഡയറക്ട് മെട്രിക്സ് ആയിരിക്കുമല്ലോ ഈ ഡോറയും ഇതൊക്കെ പറഞ്ഞത്. അല്ല, ഇൻഎഫിഷ്യൻസീസ് ഉണ്ട്. ഇതൊരു 30-year old ഓർഗാണ്. ഇൻഎഫിഷ്യൻസീസ് ഒക്കെ അവിടെയൊക്കെ ഉണ്ട് ഡെഫിനറ്റ്ലി. അപ്പൊ അത് പക്ഷെ ഇങ്ങനെയല്ല സോൾവ് ചെയ്യേണ്ടത്. എനിക്കത് പറയാനില്ല. സിസ്റ്റമിക് ഇഷ്യൂസ് സോൾവ് ചെയ്യാതെ മെട്രിക്സ് കൊണ്ടുവന്നിട്ട് ആ മെട്രിക്സ് ഓടിക്കാനുള്ള പശ്ചാത്തലം ഇല്ലാതെ മെട്രിക്സിൽ ഡാറ്റ കയറും. അതെ. പിന്നെ അത് ട്വീക്ക് ചെയ്യും. പിന്നെ അവിടെ പാനിക് സിറ്റുവേഷൻ ഒക്കെ നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് മറികടക്കാൻ വേണ്ടിയുള്ള ബിരുദന്മാരുണ്ടാവില്ലേ? അല്ല സാറേ, എന്റെ മെഷർ അടിപൊളിയായിരുന്നോ? ഡോറാമെട്രിക്സ് കൊണ്ടുവന്നിട്ടേ ഇത് അച്ചീവ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ അവൈലബിലിറ്റി ടൈം ഇത്ര ആയിരിക്കണം എന്നുള്ളത് ഒരു ഗോളാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് വർക്ക്ഔട്ട് ആവില്ല എന്നാണ് പറയുന്നത് അല്ലെ? അതും വർക്ക്ഔട്ട് ആവില്ല. അവൈലബിലിറ്റി ടൈം ഒന്നും വരുന്നില്ല ശ്രീ, ഇത് സൈക്കിൾ ടൈം എടുക്കും. ഇല്ല സാറ് പറ. അങ്ങനെയല്ല. ഇപ്പൊ ശരത്ത് ഹൈലൈറ്റ് ചെയ്യും. ഇപ്പൊ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബാക്ക്ലോഗ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ അതർ തിങ്സ് ബീങ് ഈക്വൽ ഡോറ മെട്രിക്സിന് എന്തോ വാല്യൂ ഉണ്ട്. അത് എവിടെയോ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോറ തന്നെ. അപ്പൊ ഡോറ എവിടെയാണോ ഒപ്റ്റിമൽ ആയി ഓടുന്നത് ആ പശ്ചാത്തലം ഇല്ലാത്ത സ്ഥലത്ത് ഡോറ ഇട്ടാൽ അവിടെ റോങ് കൺക്ലൂഷൻ എത്തിക്കൂടെ എന്നാണ് ചോദ്യം. അതെ. ശ്രീധർ, ഓക്കെ. അതായത് ഞാൻ തിരിച്ചാണ്ടോ എടുത്തത് പ്രൊസീജിയർ. അതായത് ഡോറ മെട്രിക്സ് ഇട്ടിട്ട് മറ്റേ താഴെയുള്ളവരെ അതിലോട്ട് നയിക്കുക എന്നുള്ളത് അപ്പൊ പശ്ചാത്തലം ഇല്ലാത്ത സ്ഥലം തന്നെ ആയിരിക്കുമല്ലോ ഡോറ മെട്രിക്സ് ഇടുന്നത്. ഇട്ട് നയിക്കാനുള്ള ഇതില്ലേ? അതായത് അവിടെ പക്ഷേ പ്രശ്നം പറ്റി. ഡോറ മെട്രിക്സ് ഇടുമ്പോ ആ സാധനം മെഷറബിൾ ആയി ഓർഗ് വൈഡ് ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് വരും. അപ്പൊ ആൾക്കാർ അതിനുവേണ്ടി ട്വീക്ക് ചെയ്യാൻ തുടങ്ങും. ഫേക്ക് ചെയ്യും അല്ലേ? ഫേക്ക് ചെയ്യണ്ട, ട്വീക്ക് ചെയ്താൽ മതി. ട്വീക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഡയറക്ഷന് കോൺട്രറി ആയിട്ടാണ് ഫ്ലോ എങ്കിലോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കവറേജിന്റെ പ്രശ്നം തന്നെ അല്ലേ? അങ്ങനെയല്ല, മരുഭൂമിയിൽ സസ്യ ബുക്കാക്കാൻ ആവാൻ പറഞ്ഞാലോ ഡോറയൊക്കെ അനുസരിച്ച്. ആൾക്കാര് മെട്രിക്സിന് വേണ്ടി പ്ലേ ചെയ്യാൻ തുടങ്ങും അല്ലേ? അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെയാണല്ലോ ഈ സിസ്റ്റം ഇൻവേർഷൻ നടക്കണേ. ഞാൻ ഒന്നുകൂടെ ഒന്ന് ചതിഞ്ഞോട്ടെ. ഞാൻ ഓർക്കണില്ല ഞാൻ എന്ത് കോണ്ടെക്സ്റ്റാണ്. കാരണം ഇത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണല്ലോ. അതായത് ഡോറയ്ക്ക് പാരലൽ ആയിട്ട് കുറെ മെട്രിക്സുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കണില്ല. ഞാൻ നോക്കിയിട്ട് പറയാം പ്രസീജ്. ഞാൻ പിന്നെ ഓക്കെ, അപ്പൊ നമുക്ക് ഇത് വർക്ക് ചെയ്യാം. ഇപ്പൊ ഡോറ മെട്രിക്സ് എന്താന്നുള്ളത് ഒരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് പാർക്കിൻസൺസ് ലോ, വർക്ക് എക്സ്പാൻഡ്സ് ടു ഫിൽ ദ അവൈലബിൾ ടൈം ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. അത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ട്രൂ ആണോ പ്രസീജ്? അതായത് ടൈം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് തീരുവോ? അങ്ങനെ അത് ട്രൂ ആണ്. അങ്ങനെ ശ്രീത് 1 വീക്ക് സ്പ്രിന്റ് പ്രോ ആണോ അഗൈൻസ്റ്റ് ആണോ? ഇതാ അല്ല ശ്രീത് പക്ഷേ അതിൽ ഇതിന്റെ ഉത്തരവുണ്ട്. അങ്ങനെ ആൾക്കാരുണ്ടോ ശരത്തെ? 1 വീക്ക് സ്പ്രിന്റ് വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടോ? ഞാനാണ് ഞാൻ പറയും. ഉണ്ട്. അതായത് ഒരു അജൈൽ മോഡലാണെങ്കിൽ 1 വീക്ക് സ്പ്രിന്റ് ആയിരിക്കണം എന്നുള്ളതാണ് പറയണത്. പക്ഷെ ഇത് ഓപ്പറേഷണൽ എഫിഷ്യൻസി ഇല്ലാത്തൊരു ടീമിൽ അത് എങ്ങനെ നടക്കും എനിക്കറിയാൻ പാടില്ല. അതായത് ബുധനാഴ്ച തൊട്ട് ബുധനാഴ്ചക്ക് വരാം, 2 ആഴ്ച കൂടുമ്പോൾ ഇത് ചെയ്യണതിന് വരാം. തിങ്കളാഴ്ച തുടങ്ങും, വെള്ളിയാഴ്ച തീരും. ഇല്ല, ബുധനാഴ്ച ആവാം. സ്പ്രിന്റുകളുടെ ഗോളുകൾ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒരു ടീമിന് ഉണ്ടാവണം. അത് പക്ഷെ ചെയ്തു തുടങ്ങിയാലേ വരുള്ളൂ ശ്രീത്തെ. അതായത് നമ്മള് ഇപ്പൊ അവിടുത്തെ മെഷർ ഇല്ലേ, ഇപ്പൊ
ഇപ്പൊ അവിടെ മറ്റേ ഫിബൊനാച്ചി സീരീസിലെ കാലിബ്രേറ്റഡ് ആയിരിക്കുമല്ലോ സ്റ്റോറി പോയിന്റ്സ്. അത് വെച്ചിട്ട് നമ്മൾ അപ്പർ ബൗണ്ട് ലിമിറ്റ് ചെയ്യണം, എന്നിട്ട് ഫോഴ്സ് ചെയ്യേണ്ടി പക്ഷെ വരും. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. ഇല്ല, ഫോഴ്സ് അത്ര ചെയ്യേണ്ടി വരും. എഫിഷ്യൻസി ഉള്ള ആൾക്കാരുണ്ടാ? കുഴപ്പമില്ല, ഓവർഫ്ലോ നോട്ടെ, വല്ല ഇടക്കിടക്ക് ഓവർഫ്ലോ നോട്ടെ, നമ്മൾ അതിലോട്ട് അത് ഒരു സോഫ്റ്റ് ഗോൾ ആക്കി അല്ല ചെറുതെ. ഉം. ഇപ്പൊ ഞാനും ചേർത്തും കൂടി വർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് ആ ഗോള് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ആ ഗോള് തരുന്ന ആള് എഫിഷ്യന്റ് ആയിരിക്കും. ആ ഒരു അത് അങ്ങനെ എല്ലാവരും അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അല്ല, അത് എനിക്കറിയില്ല. നമ്മൾ ഫോഴ്സ് ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്താ, ഇപ്പൊ ഞങ്ങളുടെ കേസില് ഇപ്പൊ ഞങ്ങൾക്ക് 8 പോയിന്റർ എന്നുള്ളതാണ് മാക്സ് വെച്ചേക്കണേ. അതായത് ഞങ്ങളുടെ ഇപ്പൊ പോയിന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് വിൽ നോട്ട് മേക്ക് സെൻസ്, കാരണം നിങ്ങളുടെ ടീമിൽ ഡിഫറെന്റ് ആയിരിക്കും കാലിബ്രേറ്റഡ് ഇത്. അപ്പൊ ഞങ്ങളുടെ അപ്പർ ബൗണ്ട് 8 ആണെങ്കിൽ അതിനപ്പുറത്ത് വരുന്ന ഒന്നും റിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒന്നും നമ്മൾ എടുക്കില്ല, അത് മുറിക്കും. പക്ഷെ എല്ലാം അങ്ങനെ മുറിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ 8 പോയിന്റർ 1 വീക്ക് സ്പ്രിന്റിലും ഉണ്ടാവാം, 2 വീക്ക് സ്പ്രിന്റിലും ഉണ്ടാവാം. അതല്ലേ പറഞ്ഞ കാലിബ്രേറ്റഡ് ഫോർ അവർ ടീം. അതെ, നിങ്ങളുടെ ടീം ചെറുതാക്കി എന്ന് വെച്ചോ, ടീം എന്നല്ല, നിങ്ങളുടെ സ്പ്രിന്റിന്റെ സൈസ് ചെറുതാക്കി കഴിഞ്ഞാലും ആ സ്പ്രിന്റിൽ 8 പോയിന്റർ ഉണ്ടാവാം. ഇല്ല, നമ്മൾ അപ്പർ ബൗണ്ട് നമ്മൾ ഓൾറെഡി ഇവിടെ ബേസ് ലൈൻ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ കേസില്. നിങ്ങളുടെ 2 വീക്ക് സ്പ്രിന്റിൽ അപ്പർ ബൗണ്ട് 8 പോയിന്റർ ആണെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തേക്കണത്. അതെ, അപ്പൊ നമുക്കറിയാം 8 പോയിന്റർ സ്റ്റോറി എന്താണെന്നറിയാം, 5 പോയിന്റർ സ്റ്റോറി എന്താണെന്നറിയാം. അതെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ഇനി 5 പോയിന്ററിൽ ടാർഗറ്റ് ചെയ്യാന്നുള്ളതാ, അല്ലെങ്കിൽ ബിലോ. ഒരു ഫീച്ചറിൽ ഒരിക്കലും 8 പോയിന്ററിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് പറയണത് അല്ലേ? സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഫീച്ചർ ഫ്ലാഗ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിന്റെ പാരലലി വേണം നമുക്ക്. എനിക്ക് പറഞ്ഞത് മനസ്സിലാവും. ഇത് സംഭവം ഓക്കെയാണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്പ്രിന്റിന്റെ അവസാനം ഡെമോ കാണിക്കണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല കാണിക്കാൻ, അതിനുള്ള അലൈൻമെന്റ് വേണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഡെവലപ്പർ തീരുമാനിക്കുന്നല്ലോ, അത് മൊത്തത്തിൽ അലൈൻമെന്റ് വേണം. ലാലെ, സ്പ്രിന്റിന്റെ അവസാനം ഡെമോ കാണിക്കുന്നത് പറയുന്നത് വർക്കിംഗ് സോഫ്റ്റ്വെയർ ആവണമെന്നില്ല കേട്ടോ, അതൊരു തെറ്റിദ്ധാരണയാണ്. എന്ത് ചെയ്തു എന്നുള്ള പ്രോഗ്രസ് കാണിക്കലാണ് ഡെമോ. അപ്പൊ ഫോളോ ചെയ്യണവരുണ്ട്, വെറുതെ കോഡ് കാണിച്ചു കൊടുത്താൽ മതിയാന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഔട്ട്കംസ് ആണ് അപ്പൊ ഡെമോ. പക്ഷെ അതൊരു വേറെ ടോപ്പിക് ആണ്. അതായത് അത് ഈ ആൾക്കാർ തെറ്റിദ്ധാരണ എടുക്കും. പ്രൊഡക്റ്റ് ഓണറിന് വിവേചനം വേണം ശ്രീധ. അതെ, അത് പക്ഷെ ടെക്നോളജിക്കാര് നമുക്ക് പുഷ് ചെയ്യും. നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. ഇതിലൊന്നും ഡെമോ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അതൊന്നും ചെയ്യാൻ പറ്റില്ല. സാറെന്തോ തുടങ്ങിയായിരുന്നു. ഞാൻ 1 വീക്കിന് പ്രോ ആണെന്ന് പറഞ്ഞ കാരണം അത് പ്രാക്ടിക്കലി എല്ലാ ഓർഗനൈസേഷനും വർക്ക്ഔട്ട് ആയിട്ടില്ല. പക്ഷെ ഒരു ഡെവലപ്പറിനെ സംബന്ധിച്ച് നോക്കുമ്പോ നമുക്ക് ഇത് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്ക്വീസ് ചെയ്യപ്പെടും. മനസ്സിലായോ? പക്ഷെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനല്ല, മറ്റേതുണ്ടല്ലോ ഈ ബേസ് റേറ്റ് ഇല്ല, ആൾക്കാരെ കൊണ്ട് പട്ടിപ്പണിയെടുപ്പിക്കണം എന്നല്ല ഞാൻ പറയണേ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാ കറക്റ്റ് വാല്യൂ ഡെലിവറി നടക്കണമെങ്കിൽ 1 വീക്ക് വേണമെന്നാണ്. ശരത്ത് കണ്ടേക്കണ ആൾക്കാരൊക്കെ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെ. എല്ലാലെ കേപ്പബിലിറ്റി വരുവാണെങ്കിൽ എത്ര ടൈം ആണെങ്കിലും എടുത്തോന്നാണ് ഞാൻ പറയണേ. ഇൻകേപ്പബിൾ ആവുമ്പോഴാണ് ഞാൻ പറയുന്നത് 8 പോയിന്റ് സ്റ്റോറിക്ക് 1 പോയിന്റ് ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നോളജ് പ്രശ്നമാണ്, ഓർഗിന്റെ നോളജ് ഷെയറിംഗിന്റെ പ്രശ്നമാണത്. അതെ, അതായത് അല്ല, ഓക്കെ, ഹയറിംഗ് ഫയറിംഗ് സ്ട്രാറ്റജീനെ പറ്റി ഞാൻ പറയുന്നില്ല. ഇത് നോളജ് പ്രശ്നമാണ്. ഇപ്പൊ 1.8 ഒന്നിടുവാണെങ്കിൽ നോളജ് ഇഷ്യൂ ആണത്. അതെ, പക്ഷെ അത് നടക്കും. അല്ല, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിവിടെ ദൂരെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ അധികം സ്പ്രിന്റിലൊന്നും, കാരണം ആ ടൈം ആയപ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആർക്കിടെക്ചർ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഈ 2 വീക്ക് വരുമ്പോ 4 എക്സ്ട്രാ വീക്കെൻഡ് ഇപ്പൊ എന്തെങ്കിലും വർക്കിന് സ്പില്ലേജ് വന്നു കഴിഞ്ഞാൽ അത്രയും ടൈം കിട്ടില്ലേ പുഷ് ചെയ്യാൻ? ചിലപ്പോ ആ ഫീച്ചറിലുള്ള കോംപ്രിഹെൻഷൻ കിട്ടുന്നത് ചിലപ്പോ ഫാഗ് എൻഡ് ഓഫ് ദി
വീക്ക് ആണെങ്കിൽ 2 വീക്ക് അല്ലേ നല്ലത്? പക്ഷെ സാറേ അത് മറ്റേതിൽ ഒറ്റ വീക്ക് കിട്ടും, ഒരു വീക്കെൻഡ് കിട്ടും നമുക്ക്. അതായത് ഇപ്പൊ പക്ഷെ നിങ്ങൾ പറഞ്ഞ മാതിരി മറ്റേ സ്റ്റോറി ബ്രേക്ക് ചെയ്തിടണം. സ്റ്റോറി ബ്രേക്ക് ചെയ്ത് തരണം. ഉം. അതായത് 2 വീക്സ് അപ്പൊ എന്നുള്ളത് ഇപ്പോഴത്തെ അറ്റൻഷൻ സ്പാനും ഈ ആൾക്കാരുടെ സ്ലോപ്പിനെസ്സും വെച്ചിട്ട് ടു മച്ച് ടൈമാണ്. മറ്റേത് നമ്മള് മൊത്തം സിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യാണ് 1 വീക്ക് ആക്കുമ്പോൾ, ഇൻക്ലൂഡിങ് അതായത് അറ്റൻഷൻ എന്നുള്ളത് സ്ലോപ്പി സ്റ്റോറീസ് ഉൾപ്പെടെ എല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം അവിടെ നിന്ന്. അല്ല ഇപ്പൊ ഒരു ഗുണമുണ്ട്, അതായത് ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസിറ്റി കൂടും അപ്പൊ അല്ലെ? ഇന്റൻസിറ്റി കൂടും. പക്ഷെ ഈ അവിടുത്തെ അപ്പൊ നിങ്ങളിപ്പോ വേണമെങ്കിൽ എന്നെ ആരോപിക്കാം, മറ്റേ പട്ടിപ്പണി പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അത് അല്ല അല്ല ആ സാധനം അതിപ്പോ പണി അതിനോ അനുസരിച്ചിരിക്കും പട്ടിപ്പണിയാണ് എന്നുള്ളത്. കേട്ടില്ല. അത് പണി അനുസരിച്ചിരിക്കുമെന്ന്. സി അതെ അല്ല, അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗെയിമാണ് പറയാൻ സ്റ്റിൽ. പറ്റില്ല. അങ്ങനെയല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോക്കാൾഡ് പട്ടിപ്പണി പോലും മെന്റൽ അക്കൗണ്ട് ചെയ്ത് ഫ്യൂച്ചറിൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പട്ടിപ്പണി ഇല്ലാണ്ടായി. അതെ അല്ല, ഇത് ഇവിടെ സ്റ്റിൽ ആ 1 വീക്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗെയിമാണ് എമൗണ്ട് ഓഫ് വർക്ക് ആൻ ഇൻഡിവിജ്വൽ ഡസ്. അല്ല സെറമണീസ് ഒക്കെ കൂടുതലായിരിക്കോ ചേർത്ത ഇതില്? കുറയല്ലേ ഉള്ളൂ. കുറയില്ലേ? കുറയ്ക്കണം. മറ്റേ ശ്രീജ, മറ്റേ പ്ലാനിങ് എന്നുള്ളതാണ് ഒരു അഡീഷണൽ സാധനം വരാ. അത് നമ്മള് മാനേജ് ചെയ്യേണ്ടി വരും. അല്ല ഞാൻ എന്തുകൊണ്ടാ ചോദിച്ചെന്നറിയോ ചേർത്തെ, അതായത് ഈ കൺവെൻഷൻ ആൾക്കാര് 1 വീക്ക് ആക്കുന്നു പറയുമ്പോ സെറമണീസ് അതേപോലെ വെക്കും എന്നുള്ളതൊരു ധാരണ ഉണ്ടാവുക. അതല്ല കുറയും എന്നുള്ളതും കൂടി ഞാൻ ക്ലാരിഫൈ ചെയ്താണ്. വേണമെങ്കിൽ പ്ലാനിങ് ഒരു 2 ആഴ്ചത്തേക്ക് നടത്തിക്കോ. അത് ഞാൻ പറഞ്ഞ ബാക്കി എനിക്കതറിയാം ചേർത്തെ, സെറമണീസ് കുറയുന്നുള്ളത്. സെറമണീസ് എങ്ങനെയാണ് കുറയണത്? റെട്രോ ഇതേപോലെ എല്ലാ വീക്കും ഉണ്ടാവൂല. റെട്രോ എല്ലാ വീക്കും വെക്കണ്ട. പ്ലാനിങ് എന്നുള്ളത് റിഫൈൻമെന്റ് എന്നുള്ളതൊക്കെ 2 വീക്ക് അങ്ങനത്തെ പരിപാടിയിലോട്ടൊക്കെ പഴയ പോലെ തന്നെ വെച്ചോ. പ്ലാനിങ് ചെയ്യേണ്ടി വരുമായിരിക്കും അത് എടുക്കുന്നതനുസരിച്ചിട്ട്. എക്സിക്യൂഷൻ മാത്രമാണ് 1 വീക്ക് ആവുള്ളൂ സ്പ്രിന്റ്. അതായത് എക്സിക്യൂഷനും അതിന്റെ ആ ഒരു അനുബന്ധ ആവശ്യമുള്ള സാധനങ്ങൾ. ഗ്രൂമിങ് ചിലപ്പോ മന്ത്ലി വൺസ് ആവാം, അങ്ങനെ കുറെ ഇതൊക്കെ വരാം. അത് ഓരോ ടീമിന്റെ ആൾക്കാരെ പോലെ ഇരിക്കോട്ടെ. Okay, we'll come back to Parkinson's law. Work expands so as to fill the time available for its completion. അപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണത് ഇപ്പൊ ആരും പോകാറില്ല, ഓൺലൈനാണ്. അതുപോലും ഈ ഡെഡ് ലൈൻ്റെ തൊട്ട് തലേന്നാണോ ചെയ്യാറ്? ഇത് പിള്ളേര് പഠിക്കണ എക്സാമ്പിൾ എടുത്താ പോരെ? ഡയറക്റ്റ് ഡെബിറ്റ് ആണ്. പറഞ്ഞു. എക്സാമിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയാണല്ലോ പഠിത്തം ക്ലിക്കിനാവണത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാറില്ല. അതിപ്പോ നമുക്ക് എക്സാം തന്നെ വേണമെന്നില്ല. നമുക്കൊരു വർക്ക് കഴിഞ്ഞാൽ നമുക്ക് ടൈം ഉണ്ടെന്ന് പറഞ്ഞിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയും, എന്നിട്ട് അവസാനം ഒരു ഇത് ഓടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലം പുള്ളി ഇത് ഇങ്ങനെ മാത്രമല്ല കേട്ടോ. ബ്യൂറോക്രസിയുടെ ഒക്കെ ബിഹേവിയർ, ഗവൺമെന്റില് ആസ് ടൈം ഇയാള് കുറെ ലോ ഉണ്ട്. ഇത് മാത്രമല്ല, ഈ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഡൂയിങ് ദ സെയിം തിങ് വിൽ പ്രൊലിഫറേറ്റ്. അത് കഥയായിട്ടൊക്കെ വരാറുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡെവലപ്പർ ഉണ്ടായിരുന്നു. ആ ഡെവലപ്പറെ ചുറ്റിപ്പറ്റി ഡെലിവറി മാനേജറും റിലേഷൻഷിപ്പ് മാനേജറും അങ്ങനെ 9 പേര് വന്ന കഥയൊക്കെ ഉണ്ട്. ബ്യൂറോക്രസി കൂടുമെന്നുള്ളത്. പക്ഷെ ഇതിപ്പോ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉള്ളിൽ ഡെഡ് ലൈൻ 3 ദിവസം വെക്കും, അല്ലെങ്കിൽ 3 ആഴ്ച വെക്കും. എന്നിട്ട് ഇയാൾക്ക് ഒരാഴ്ച കൊടുക്കുള്ളൂ ഡെവലപ്പറിന്. എൻ്റെ സ്ലിപ്പേജ് വരും. ഞാൻ സ്ലിപ്പേജ് പക്ഷേ ആ പെർമിസിബിൾ ടൈം, അങ്ങനെയാണ് മിക്കവരും ഈ എക്സിക്യൂട്ടീവ് എടുക്കണേ. പ്രോജക്ട് മാനേജർ മിക്കവരും അങ്ങനെയല്ലേ ചെയ്യണത്? ആയിരിക്കാം. ഞാൻ കേട്ടേക്കണത് അവരൊരു 10% ടൈം അക്കൗണ്ട് ചെയ്തിട്ടാണ് മാനേജ്മെന്റിന് കൊടുക്കുക. എന്നിട്ട് ആ 10% ബഫറായിട്ട് ഇടും.
സ്ലാക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലെഗിലും ഇടും ആൾക്കാർ സ്ലാക്ക്. ഓരോ ലെഗിലും ഇടും ആൾക്കാർ സ്ലാക്ക്. എന്നിട്ട് അതിപ്പോ നമ്മള് ഈ ബാർഗൈൻ ചെയ്ത് എടുക്കണമല്ലോ എത്ര ടൈം എടുക്കും എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായ? അതായത് സെയിൽസ് ആൾക്കാർ പറയും അത്രയും ടൈം കിട്ടില്ല എന്ന് പറയും. ഇപ്പൊ സെയിൽസ് ഇപ്പൊ പ്ലാറ്റ്ഫോം ഒക്കെ കൊടുക്കുന്ന കമ്പനി ആണെങ്കിൽ അവര് ഡെലിവറി ടൈം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കലണ്ടർ ടൈം വെച്ചിട്ട് അവർ ആർഗ്യൂ ചെയ്യും. അപ്പോൾ പാർക്കിൻസൺസ് ലോ എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുസ്തകമൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പാർക്കിൻസൺ ലോ കാരണം ഇതെന്താ ഇത് അജയലിന് അഗെയിൻസ്റ്റ് എന്നല്ല, അജയലിന്റെ ഒരു ഇതിന് ഓപ്പോസിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇതിന് ഓപ്പോസിറ്റ് ആണ് അജയൽ എന്ന് പറഞ്ഞാലോ. കാരണം അജയലില് പറയണത് ക്രിയേറ്റീവ് ടാസ്ക് ടൈം ബൗണ്ട് ആവൂല, ടൈം ബൗണ്ട് ആക്കാൻ പറ്റൂല. അങ്ങനെയല്ല, ഈ പാർക്കിൻസൺസ് ലോ വരാൻ കൂടുതൽ ചാൻസ് വാട്ടർഫോളിലാണ്. അജയിലെ എല്ലാവരും പിയർ റിവ്യൂഡ് അല്ല മിക്ക കാര്യങ്ങളും, ഇന്ന പേരിനെങ്കിലും. അല്ല, പക്ഷെ അജയില് അതാണ് ഈ ഓർഗിന്റെ അതെ, ഓർഗിന്റെ ചോയ്സ് ആണല്ലേ ശരിക്കും. അതായത് ഇത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഓർഗിൽ ഇത് അറിയാം, മോർ ദാൻ ഇനഫ് ടൈം ആണ് എടുക്കണേ, അങ്ങനത്തെ ഇതില്ലേ. അല്ല അത് പക്ഷെ എല്ലാവരും കൂടിയുള്ള എന്ന് വെച്ചാൽ ലൈഫ് സ്ട്രെസ്, ഇപ്പൊ വിത്തിൻ ദ ബിസിനസ് ഡെഡ് ലൈൻ ആണ് കാര്യങ്ങൾ ഓടണമെങ്കിൽ നാളെ റിയൽ ടൈറ്റൻ കാര്യങ്ങൾ വരുമ്പോ ടൈറ്റൻ ചെയ്യാന്നായിരിക്കും വിചാരിക്കണേ. ഓക്കെ, അപ്പൊ പാർക്കിൻസൺസ് ലോ മറികടക്കാൻ വേണ്ടി അജയലിന് പറ്റും. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല പക്ഷെ ശരിക്കും അജയലിന്റെ ഉദ്ദേശം അതും കൂടിയല്ല. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വേസ്റ്റേജ് ഓഫ് എഫേർട്ട് ഉണ്ടാവുന്നു മറ്റേ ഇതിന്റെ ഉള്ളില് വാട്ടർഫോളില്, അത് ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ അതിന്റെ ഇൻഡിപെൻഡന്റ് കൺസൾട്ടൻസ് വർക്ക് ചെയ്യുന്നത് ഹൈ പേയ്മെന്റിലും മെഷേർഡ് ആയിട്ടുള്ള സ്ഥലത്താണ്. അപ്പൊ അവിടെ അജയല് കറക്റ്റ് ആയിട്ട് ഓടും. അത് ഇത്ര റാമ്പന്റ് ആയിട്ട് ഏത് കോർപ്പറേറ്റിനെയാണോ മറികടക്കാൻ ഉപയോഗിച്ച അവര് തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിച്ചില്ല ആരും. അറിയാലോ അല്ലെ, അജയല് ബ്രിക്ക് ആൻഡ് മോട്ടർ അല്ലെങ്കിൽ ട്രഡീഷണൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിക്ക് എതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളും അജയലാണ്. IBM ഇങ്ങനത്തെ ആൾക്കാര് മറ്റേ ഈ പ്രൊജക്ട് പ്ലാൻ ചെയ്യുമ്പോൾ ആക്ച്വൽ ഡെവലപ്മെന്റിലോട്ട് ടോട്ടൽ സ്പെൻഡ് ചെയ്തതിന്റെ 40% എങ്ങാണ്ടേ വരുന്നുള്ളൂ. അപ്പൊ കുറെ ഡോക്യുമെന്റേഷൻ, ഇങ്ങനെ കുറെ എന്താ പറയാ ടൈം വേസ്റ്റ് ആണ്. അപ്പൊ അതെന്തുകൊണ്ട് ഷോർട്ടർ ഡെലിവറി സൈക്കിളിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റിന്റെ ടെക്നോളജി നോളജും ബിസിനസിന്റെ ഡൊമൈൻ നോളജും കൂടി ചേർത്ത് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ. എന്തിനാണ് മിഡിൽ മാൻ ലൈക്ക് IBM, TCS ആൻഡ് വിപ്രോ എന്നാണ് അതിന്റെ ഗെയിം ഉണ്ടായിരുന്നത്. പക്ഷേ IBM-ഉം TCS-ഉം ഇവരും എല്ലാവരും അജയിലാണ് യൂസ് ചെയ്തത്. അപ്പൊ ഷോർട്ട് റണ്ണിൽ വലിയ പ്രോബ്ലം ഉണ്ടായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ജൂനിയർ റിസോഴ്സിനെ വെച്ചിട്ട് അജയിലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എടുപ്പോണോ, ലാസ്റ്റ് 2 സ്ക്രം ഒക്കെ വെക്കേണ്ടി വരില്ലേ, നാട്ടിലൊരെണ്ണം ക്ലയന്റിന് മുമ്പിൽ വേറെ. അങ്ങനല്ല, അതുകൊണ്ട് ഇപ്പൊ എന്താണ് ഹോളിസ്റ്റിക് വ്യൂ ഇല്ല ആൾക്കാർക്ക്. അതെ അതാണ്. അല്ല അത് പക്ഷെ വേറെ കാര്യമുണ്ട്. അത് ഇപ്പൊ ചില ബാങ്കുകളൊക്കെ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അവർ ആദ്യത്തെ 6 വീക്ക് വാട്ടർഫോളിൽ ചെയ്തിട്ട് പിന്നെ അജയിലാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, ഈ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് സ്റ്റാഫും ടെക്നോളജി ലീഡർഷിപ്പ് ഈസ് നോട്ട് ബൗണ്ട് ടു അജൈൽ എന്നാണ്. അല്ല അങ്ങനെ ആയിരിക്കണം. അവർ അജയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഡ്വോക്കിസം അവിടെ റാമ്പന്റ് ആയിരിക്കും. അജയില് വെച്ചിട്ട് ഡെവലപ്മെന്റ് സ്കെയിൽ ചെയ്യാമത്തൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും കൊഹറൻസ് പോകും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, ഈ തുടക്കത്തിലെ തന്നെ അജയിൽ ചെയ്ത എല്ലാ ഓർഗനൈസേഷനും ഇവൻച്വലി ടാങ്ക് ചെയ്യും. അല്ല, ആ മാനിഫെസ്റ്റോയില 4 സാധനം വായിക്കട്ടെ. അതായത് ഈ ഡീറ്റെയിൽ ഇതാണ്, മറ്റേ ഫസ്റ്റ് പേജിലുള്ള. അതായത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇന്ററാക്ഷൻസ് ഓവർ പ്രോസസ്സസ് ആൻഡ് ടൂൾസ്.
പിന്നെ വർക്കിംഗ് സോഫ്റ്റ്വെയർ ഓവർ കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റേഷൻ, കസ്റ്റമർ കൊളാബറേഷൻ ഓവർ കോൺട്രാക്ട് നെഗോഷിയേഷൻ, റെസ്പോണ്ടിങ് ടു ചേഞ്ച് ഓവർ ഫോളോയിങ് എ പ്ലാൻ. ഇവര് പറയുന്നത് ഫ്രണ്ടിൽ കിടന്നു. അല്ല അത് അത് സാധ്യമാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റിന്റെ ടെക്നോളജി നോളജും ബിസിനസിന്റെ ഡൊമൈൻ നോളജും കൂടി ഒരുമിച്ച് വരുമ്പോഴാണ്. അപ്പൊ ആ രീതിയിൽ സോഫ്റ്റ്വെയർ, അതായത് ഒരു രണ്ട് മെച്ചുവേർഡ് ആൾക്കാർ, ഡൊമൈൻ നോളജ് ഉള്ളവരും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം കൂടി ഒറ്റ ബോർഡിൽ വരുന്നതായിരിക്കും. പക്ഷെ ഫലത്തിൽ എന്ത് പറ്റി? ഇത് ഇൻഡിപെൻഡന്റ് കൺസൾട്ടൻസിൽ ഒതുങ്ങിയെന്നില്ല, എല്ലാവരും ഇത് അഡോപ്റ്റ് ചെയ്തു. പിന്നെ ടൂൾസ് ഒക്കെ അതിന് ചുറ്റി പറ്റി വന്നപ്പോഴാണ് ഇത് വയബിളായി. ആദ്യകാലങ്ങളിൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിരുന്നു, അതായത് ഡെവലപ്പേഴ്സിനെ ഇരട്ടി പണിയൊക്കെ ആയത്. ഒരാള് പറഞ്ഞ, അതായത് അജയ് എന്ന് പറഞ്ഞ എന്താണ്, ഈ അജയ് ഇപ്പൊ അത്രയ്ക്ക് റാമ്പന്റ് ആയിട്ട് ഒരു 10 കൊല്ലം ഉണ്ടാവുള്ളൂ. എല്ലാ കമ്പനികളിലെ എല്ലാ കാര്യങ്ങളും അജയ് ഡെവലപ്മെന്റ് മോഡലിലോട്ട് വന്നിട്ട് അല്ലെങ്കിൽ 15 കൊല്ലം മാക്സിമം. അതിന് മുമ്പൊക്കെ ഈ അജയ് 2001 അവര് പറഞ്ഞ. അപ്പൊ ആ 9 കൊല്ലം ഉണ്ടല്ലോ, ഫസ്റ്റ് ആദ്യം അത് എക്സ്ട്രീം പ്രോഗ്രാമിംഗ് ആണോ, പിന്നെ പെയർ പ്രോഗ്രാമിംഗ് ആണോ, അങ്ങനെ കുറെ ഐറ്ററേഷൻസ് കടന്നു പോയല്ലോ. അതുകൊണ്ടാണ് അജയ് സ്ക്രമിൽ സെറ്റിൽ ചെയ്ത്. പിന്നെ ക്യാൻബാൻ ബഗ് ഫിക്സിംഗിലാണ്. ഇതാണ് ഞാൻ കേട്ടേക്കണേ. സ്ക്രമും ക്യാൻബാനാണ് കേട്ടേക്കണേ കൂടുതൽ. ആ ഗ്യാപ്പില് ഭയങ്കര തർക്കങ്ങളും പ്രശ്നങ്ങളും നടക്കുമായിരുന്നു. അപ്പൊ ഒരു പുള്ളി പറഞ്ഞത് പ്രൊജക്ട് മാനേജറിന് വെറുതെ ഇരിക്കാനുള്ള പരിപാടിയായിരുന്നത്. പ്രൊജക്ട് മാനേജേഴ്സ് വേണ്ടാണ്ടായല്ലോ. വേണ്ട. പക്ഷേ ഇപ്പോഴും എല്ലാ സ്ഥലത്തും ഇപ്പൊ എന്താ പറയാ, സ്ക്രം മാസ്റ്റർ പ്ലസ് പ്രൊജക്ട് മാനേജർ അങ്ങനെയൊക്കെ ഒരു ഹൈബ്രിഡ് ഇതിലാണ് ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ മെച്ചുവേർഡ് കമ്പനിയിൽ ഇപ്പൊ അജയിലില്ലെങ്കിൽ വർക്ക് നടക്കുന്നു. ഞാനിത് പറയുന്നത് അജയില് ആസ് അപ്ലൈ ടു ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തല്ല. അജയിൽ ആസ് അപ്ലൈ ടു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അറ്റ് ലാർജ് മാസസിന്റെ അവിടെ. അപ്പൊ പാർക്കിൻസൺസ് ലോയിനെ പ്രശ്നങ്ങൾ കുറെ അജയിലിന് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചുറ്റുവര് നോക്കുന്നോണ്ട് നേരത്തെ തീർക്കൂലേ? അതേമാതിരി ടൈം കിട്ടുമോ? കൂടുതൽ റിവ്യൂണെങ്കിൽ ടൈം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ. ഡിസൈൻ ഫേസിൽ ടൈം ആർട്ടിക്കുലേറ്റ് ചെയ്ത് വാങ്ങിക്കാന്നുള്ളതാണ്. അത് അവിടെ ആർക്കിടെക്ചർ ടീമിന് എന്തോരം സേ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എത്ര കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവർക്കത് ഡു ദേ മീൻ ഇറ്റ്. അതായത് അവർക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുമെന്നുള്ള, അവർക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൺവിക്ഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഹോഫ്സ്റ്റാഡേഴ്സ് ലോ. അപ്പൊ ഡഗ്ലസ് ഹോഫ്സ്റ്റാഡറിന്റെ ഒരു നിയമമാണ്, ഇറ്റ് ഓൾവേസ് ടേക്സ് ലോങ്ങർ ദാൻ യു എക്സ്പെക്ട് ഈവൻ വെൻ യു ടേക്ക്. അപ്പൊ നമ്മൾ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഡിലേ ഉറപ്പാണെന്നാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇത് ചെയ്യണ്ടോ? ഇത് പബ്ലിഷിങ്ങിലാണ് ഇയാള്. ഇത് ഒറിജിനലി ഉണ്ടായത്. ഇയാള് ഈ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ നോക്കിയല്ലോ, ഗോഡ്ലെസ് റൺ ബാക്ക്. അപ്പൊ ഡെഡ് ലൈൻ ഇങ്ങനെ സ്ലിപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇയാൾ സ്വയം സ്റ്റാറൊക്കെ ചെയ്ത്, ഏത് വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ഇത്ര ചാപ്റ്റർ എഴുതണമെന്നൊക്കെ ആയി. അപ്പൊ അയാൾ ഉണ്ടാക്കിയതാണ്, അതായത് എനിത്തിങ് വർത്ത് വൈൽ വിൽ ടേക്ക് ലോങ്ങർ ദാൻ യു എക്സ്പെക്ട് ഈവൻ ഇഫ് യു കൺസിഡർ ഹോഫ്സ്റ്റാഡേഴ്സ് ലോ. മനസ്സിലായില്ലേ? അത് റിക്കർഷൻ ആണ്. അപ്പൊ ഒരു വർത്ത് സാധനം ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതും കൂടി കണക്കിലെടുക്കണം. നമുക്ക് നോക്കാം ഈ എന്താണ് അവിടെ ഹോഫ്സ്റ്റാഡേഴ്സ് ലോ. First coined in Hofstadter's book, Gödel back. The law notes at the difficulty of accurately estimating the length of software projects.
it's self-referential in a way that Gödel especially would have appreciated. Gödel എന്ന് പറഞ്ഞാൽ കേർട്ട് ഗോഡൽ പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഈ ഹോഫ്സ്റ്റഡേഴ്സ് ലോയുടെ സെൽഫ് റെഫറൻസ്. Indeed, advice to rising software managers commonly suggests that adding a buffer to their estimate. ഇപ്പോഴൊരു ബഫർ കാണുന്നു. This law suggests that the buffer will never go enough. Zawinski's may provide an explanation for this phenomena. Even when developers complete their task within the estimated time, software bloat will cause the projects to expand and then overflow the buffer. അതായത് ഇനിയിപ്പോ നേരത്തെ തീർന്നാൽ തന്നെ ഫീച്ചർ ക്രീപ്പ് ഉണ്ടാവുന്നതാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അത് വീണ്ടും പഴയ മാതിരിയാവുന്നു. അല്ലെ ഇത് പുസ്തകം സോഫ്റ്റ്വെയർ അല്ല ശരിക്കും, ഇത് പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതാണ് ശരിക്കും. സോഫ്റ്റ്വെയർ ശ്രീത്ത് ഫെബ്രുവരി തീർക്കാന്ന് വിചാരിച്ചായിരിക്കും. അതിങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. തീർക്കണം എന്ന് പറഞ്ഞ് തീർക്കണം എന്ന് പറയുമ്പോ പെർഫെക്ഷൻ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം അല്ലെ? അല്ല ഇതിപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് ഈ വർക്ക് എക്സ്പാൻസ് വാസ്റ്റ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ കംപ്ലീഷൻ ഒരു ഇൻഡിവിജ്വലിന്റെ പോയിന്റ് ഓഫ് വ്യൂല പറയണ കേട്ടോ. അത് ടീം വരുമ്പോ ഈ ഇപ്പൊ പിയർ റിവ്യൂം ട്രാൻസ്പെറൻസിയും വന്നു കഴിഞ്ഞാൽ പ്രഷർ വരൂലേ അത്. അപ്പൊ ഇവിടെ ഇതിന്റെ റിക്കർസീവ് നേച്ചറാണ് ഇതിന്റെ ഉള്ളില്. ഇപ്പൊ ഗോഡൽ ആ സെൽഫ് റെഫറൻസ് ആണ് ഇതിന്റെ തമാശ. It always takes longer than you expect, even when you take into account. അതായത് it will take longer than rest. അപ്പൊ നിങ്ങൾ എക്സ്ട്രാ കെയർ എടുത്ത് നേരത്തെ ആക്കാൻ നോക്കും. അങ്ങനെ ഇരുന്നാലും വൈകുന്ന പറയണേ എത്രയൊക്കെ. അല്ല അതായത് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എനിക്ക്. അതായത് ഈ ജനറലി നമ്മളിങ്ങനെ പറഞ്ഞിട്ട് ഒരു ആക്ഷനബിൾ സാധനം വരില്ല അല്ലേ? ഈ അല്ല ഇപ്പൊ നിങ്ങൾക്ക് അല്ല ഇത് എനി കൺസ്ട്രക്റ്റീവ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഇത് അപ്ലിക്കബിൾ ആണ്. അതെ അതെ. അല്ല അപ്പൊ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ കോണ്ടെക്സ്റ്റിൽ ഇപ്പൊ സ്പ്രിന്റിൽ ഇപ്പൊ നമ്മൾ പോയിന്റിങ് സിസ്റ്റം ആണല്ലോ, ഫിബൊനാച്ചി സീരീസ് ആണ് ഇത് ചെയ്യണേ ജനറലി ഫോളോ ചെയ്യാറ്. അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്പർ ബൗണ്ട് വെലോസിറ്റി ഇപ്പൊ 2 week സ്പ്രിന്റ് ആണെങ്കിൽ എത്ര 10 ദിവസം വെച്ചിട്ട് ഒരു അപ്പർ ബൗണ്ട് ഫിക്സ് ചെയ്യണേ. അപ്പൊ അത് ഈ മറ്റേ ഈ ഫിബൊനാച്ചി സീരീസ് പ്രിഫർ ചെയ്യുന്നത് ക്ലാരിറ്റി ഉള്ളപ്പോഴാണ്. എനിക്ക് തോന്നുന്നു മറ്റേത് ടീഷർട്ട് സൈസിങ് വെച്ചിട്ടും ചെയ്യുന്നതാണ്. അതായത് അല്ല നമ്മൾ അതിലോട്ട് വരാം. ഇത് എക്സിക്യൂഷൻ തലത്തിലുള്ള ലീഫ് നോഡിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ അതിന് മുന്നേ എന്നുള്ളത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ആർക്കിടെക്ചർ ഡിസിഷൻ ടൈമിൽ അത് മൈൽ സ്റ്റോൺ ആക്കി മാറ്റാം. എന്താണ് എക്സിക്യൂഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ ടീഷർട്ട് സൈസിങ് ആണ് അവിടെ വരുന്നത്. ഹൈ ലെവൽ എപ്പിക്ക് തൊട്ട് പല ഗ്രാനുലാരിറ്റിയിൽ നമുക്ക് ഇത് ചെയ്യാമല്ലോ, സ്ട്രക്ചർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് റിസ്ക് കോൾ ഔട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഇടയിൽ. അതായത് എക്സിക്യൂഷൻ ഓപ്പറേഷണൽ റിസ്ക്കും ഇപ്പോൾ റിയലൈസേഷൻ്റെ ഹർഡിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ അൺബൗണ്ടഡ് ആക്ടിവിറ്റി ഉണ്ട്. പക്ഷേ അത് കോമഡിയാണ്, സ്പൈക്ക് എന്നാണ് പറയണേ. പക്ഷെ നമ്മൾ ടൈം ബോക്സ് ചെയ്യാറുണ്ട്. ആ ടൈം ബോക്സ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് സെൻസ് ഇല്ല ശരിക്കും. ഈ സ്പൈക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കണല്ലേ, മറ്റേ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനോ? അതെ അതെ, അൺനോൺ. അതായത് മറ്റേ ശ്രീത് പറഞ്ഞല്ലോ ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾക്കാണ് ഇതെന്ന് പറഞ്ഞല്ലോ. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് സ്പൈക്ക്. അല്ല സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ? അതാണ് സ്പൈക്ക്. അല്ല അപ്പൊ നിക്ക് ഈ സ്പൈക്ക് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് എ ഗ്രാൻഡർ സ്ട്രക്ചർ ആണ് കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞ POC ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ലോട്ട് ആയിട്ടാണ് പൊതുവേ ഇതിനെ അറിയപ്പെടുന്നത്. ഇല്ല അങ്ങനെ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമില്ല അല്ല, പക്ഷെ അങ്ങനെ ഒരു കൊണോട്ടേഷൻ അതിനുണ്ട്. അങ്ങനെ നിർബന്ധമില്ല എന്ന് എനിക്കറിയാം. അല്ല സ്റ്റേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ല അപ്പോ POCs are generally accounted as spikes. എക്സാമ്പിൾ ഒരു കാര്യം റിസർച്ച് ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ. അതെ
ഓക്കെ അത് ഞാൻ ആ റിസർച്ച് ചെയ്യണം POC ആയിട്ടാണ് കാണുന്നത്. കാരണം അത് ഔട്ട്കം വരുന്നത് POC എന്ന് പറഞ്ഞ ഒരു റിച്വൽ ഉണ്ട് എല്ലാ കമ്പനികളിലും, മനസ്സിലായ? POC എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫാക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ശ്രീത് അവിടെ. ഓക്കെ ഏത് സോഫ്റ്റ്വെയർ ആർട്ടിഫാക്ട് ഈ അതായത് ഒരു POC സ്പൈക്ക് നിൽക്ക് റാഷണൽ എംപിരിക്കൽ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ തന്നെ. POC ഒരു എംപിരിക്കൽ ആക്ടിവിറ്റിയാണ്. അപ്പോൾ റാഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സ്പൈക്ക് ഞാൻ ചെയ്തത് റാഷണൽ ആക്ടിവിറ്റിയാണ് കംപ്ലീറ്റ്ലി. ഒരു കാറ്റലോഗ് ഡെഫിനേഷൻ അങ്ങനെ. ഞാനിത് പറയാൻ കാരണം എന്താ അറിയാം, അവിടെ ഇപ്പൊ ശ്രീത്തും ശരത്തും തമ്മിലുള്ള വീക്ഷണത്തിന് വ്യത്യാസം അതായിരുന്നു സ്പൈക്കിന്റെ. ഏത് എനിക്കൊരു അവിടെ ഒരു ബയാസ് ഉണ്ടോന്ന് തോന്നി. അതായത് സ്പൈക്ക് എന്ന് പറഞ്ഞാൽ POC ചെയ്യാനുള്ള ഒരു സാധനമാണ്. ക്ലാരിറ്റി ഇല്ലാത്തതെല്ലാം POC ആണെന്നുള്ളതാണ് ശ്രീത്തിന്റെ മതം എന്നുള്ളത് ഇപ്പൊ മനസ്സിലായത്. അതെ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല അങ്ങനെയല്ല. അപ്പൊ അവിടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ടെക്നോളജി ലീഡർഷിപ്പ് എന്നുള്ള സാധനം ഔട്ട്സൈഡ് അജൈൽ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്രാൻഡർ സ്ട്രക്ചർ പുറത്തുനിന്നാ വരുന്നത്, മനസ്സിലായി? അതിനകത്ത് അജൈൽ പ്രോപ്പർ കൺസ്ട്രക്ഷനിൽ ഒതുങ്ങണം. അതെ. അപ്പോൾ ഈ അവിടെ സ്പൈക്സ് വരാന്നുള്ളത് ഈ നമ്മൾ വെച്ചേക്കുന്ന സൂപ്പർ സ്ട്രക്ചറിനകത്തുള്ള വേരിയബിലിറ്റി ആയിരിക്കും. A വേണോ B വേണോ, ആ കൺഫ്യൂഷനാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് എംപെരിക്കലി ആണ് റിസോൾവ് ചെയ്യേണ്ടതെങ്കിൽ POC, റാഷണലി ആണെങ്കിൽ അതർ മീൻസ്. പക്ഷെ ആ റാഷണലി ആണെങ്കിലും സ്പൈക്ക് എന്ന് പറയുമല്ല അല്ലെ? അതെ സ്പൈക്ക് അത് അല്ലേ? അതെ. പക്ഷെ ഔട്ട്കം ഒരു അല്ല ശ്രീധ ചേർത്തൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്തപ്പോ അതില് ഒരു POC ബയാസ് ഞാൻ കണ്ടു. ഞാൻ അത് കോൾ ഔട്ട് ചെയ്തെന്നുള്ളൂ. അത് ആർക്കും വരാന്ന് ഇപ്പൊ ഞാനും കാലങ്ങളോളം വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പല സംസാരിക്കുമ്പോഴേ മനസ്സിലാണ് POC മാത്രമല്ല, എനിത്തിങ് വിച്ച് ഇസ് നോട്ട് റേസർ ഷാർപ്പ്, ഓക്കെ, പീപ്പിൾ ടെൻ ടു പുട്ട് ഇൻ ഇറ്റ്, ആ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ അവിടെ ഇപ്പൊ ചേർത്തൊരു നൈസ് ഇംപ്ലിമെന്റേഷൻ ഇത് കൊണ്ടുവന്നു. എംപെരിക്കൽ ആണെങ്കിൽ POC ബൈ ഡൂയിങ് സംതിങ്. പക്ഷെ ഞാൻ അവിടെയും ക്രിട്ടിക്കലാണ്. ഈ POC തന്നെ അജയലിന്റെ നോർമൽ സ്റ്റോറി പോയിന്റ്സിന്റെ ഉള്ളോട്ട് കൊണ്ടുവരാൻ പറ്റൂല. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ സ്റ്റോറി പോയിന്റ് ഇടാൻ വേണ്ടി. ഞാൻ പറഞ്ഞേ, ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ പെർസ്പെക്ടീവില് അയാൾക്ക് POCയും റാഷണൽ ഡിസിഷനും ഉള്ള ഇതില്ല. കാരണം അവിടെ ശ്രീധ അത് വെറുതെ അങ്ങനെ സീൻ ചെയ്യല്ലേ, നല്ല ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ പറയട്ടെ, അതായത് ഒരു നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവോ ചേട്ടാ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെയല്ല ശരത്ത്, അതല്ല. അതിപ്പോ ഞാൻ പറയട്ടെ, ശ്രീത്ത് എപ്പോഴും ചെക്ക് ചെയ്ത് അല്ല, നോൺ ടെക്നിക്കൽ മാനേജേഴ്സിന് സ്കോപ്പില്ല നമ്മുടെ ഇൻഡസ്ട്രിയിൽ. അത് നമ്മുടെ സർവീസ് കമ്പനീസിലെ ഫിനോമിനാണ്. അവരെയൊക്കെ പുറത്താക്കേണ്ട സമയം. ടെക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ മേളിൽ വന്നിരുന്നിട്ട് കാര്യമില്ല. ആ സെൻസ് വേണം. അതിനാണ് ChatGPT വന്നേക്കണേ. അവർക്ക് നമ്മളെ പുറത്താക്കാനല്ലാന്ന്. അല്ല ഇപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ല ഞാനിത് പ്രോസസ്സ് പറയാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പോൾ അതായത് അപ്പോൾ ഈ ഹോഫ്സ്റ്റാഡേഴ്സ് ലോ ഇല്ലേ, അപ്പോൾ നമ്മളത് ഈ ഫ്രെയിം വർക്കിലോട്ട് സ്കോപ്പ് ചെയ്യണം അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അതായത് ഈ അജൈൽ മറ്റേ സ്റ്റോറി പോയിന്റ്സ് സ്പൈക്ക് ഫ്രെയിം വർക്കിന്റെ ഉള്ളോട്ട് ഇത് കൊണ്ടുവരണം. അതെ ആർക്കിടെക്ചറിന്റെ പ്രോസസ്സും എല്ലാം. അപ്പൊ അതിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഈ ആർട്ടിക്കിൾ എഴുതിയാൻ എന്താ ഉദ്ദേശിച്ചെന്ന് നമുക്ക് ഇപ്പൊ വായിച്ചു നോക്കാം. അല്ല ഇതിപ്പോ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും സാധനം ബെറ്റർ ആയിട്ടോ. കാരണം കുറെ എന്നുവെച്ചാല് പിന്നെ സോഫ്റ്റ്വെയർ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ആണ് നല്ലതുണ്ടോ? അതൊരു ബേസ് ലൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? അങ്ങനെയല്ല, സോഫ്റ്റ്വെയർ ക്രാഫ്റ്റ് ആണ് ആർട്ട് ആണ് സയൻസ് എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ക്രാഫ്റ്റ് ആണ്, കുറച്ച് ക്രാഫ്റ്റ് ആക്കണം, അതാണ് ഉദ്ദേശം എന്നാണ് തോന്നുന്നത്. ആണോ? ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പ്രസിദ്ധി? അതായത് നമുക്കത് സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് തുന്നൽ ക്ലാസ് ഒക്കെ ഇല്ലേ, തുന്നലൊരു ക്രിയേറ്റീവ് ആക്ടിവിറ്റി ആയിട്ടാണോ കാണുന്നത്? തുടങ്ങണേ എങ്ങനെയാണെങ്കിലും ക്രാഫ്റ്റ് ക്ലാസ്സിലല്ലേ നമ്മൾ എടുക്കണേ. ക്രിയേറ്റീവ് ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം
അല്ല നമുക്ക് ആ സമയത്ത് കിട്ടുന്ന ശ്രീധർ അങ്ങനെ മറ്റേ സ്പ്രിന്റിനകത്ത് ക്രാഫ്റ്റ് ആണ്. ആർക്കിടെക്ട് പക്ഷെ ഡിസൈൻ അവിടെ അതെ അഗ്രി ചെയ്ത്. അപ്പൊ എന്താ നിങ്ങൾ പറയാൻ നോക്കണേ? എൻ്റെ അടുത്താണോ? ആ അല്ല പക്ഷെ അതായത് ക്രിയേറ്റീവ് സൈഡ് അപ്പുറത്താണ് നടക്കണേ. ആർക്കിടെക്ചർ ആൻഡ് ഡിസൈനിലാണ് ക്രിയേറ്റീവ് സൈഡ് നടക്കണേ. ഡിസൈൻ സോഫ്റ്റ്വെയർ ഡിസൈൻ. അങ്ങനെയാണ് നടക്കേണ്ടത് ശരിക്കും. എന്നിട്ട് അതിന് ആർക്കിടെക്ചറും ഡിസൈനും പ്രോഗ്രാമിംഗ് മോഡൽ പറഞ്ഞിട്ടേ കൺസ്ട്രക്ഷനിലോട്ട് വരാവൂ. പക്ഷെ അതിങ്ങനെ നടക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ത്രൈവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിനുവേണ്ടി. Okay, software projects are almost always late, even when you factor in buffer time. So if you use Parkinson's law to justify short deadlines, you will either completely burn out your team or always be late. Why it matters? These two laws cover everything you need to know about why estimation in software is so hard. Take endless buffers, you will waste time on meaningless work. Too short buffers, you will be late. No quick way around it. Just tons of practice and communication and above the ടീം സ്പെസിഫിക് ആയിരിക്കും ഇത് രണ്ടിനെ കൂടി ചേർത്തിട്ടുള്ള ഉപയോഗം. സാറേ ഞാൻ ഒരു കോൺട്രവേഴ്ഷ്യൽ സാധനം പറയട്ടെ. അതായത് ഇത് ഒരു എഞ്ചിനീയറിംഗ് മാനേജറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കൺസ്ട്രെയിൻഡ് സാധനമാണ്. നമ്മൾ പറയുന്നത് ഗ്രാൻഡർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദിസ് ലോ ആണ്. ഈ എഴുതിയവന്റെ ബയാസാണെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത്. അതെ അല്ല ഞാൻ ഇപ്പൊ അത് വായിച്ചുകൊണ്ട് അഗ്രി വിത്ത്. അല്ല നമുക്ക് ഫാർ സുപ്പീരിയർ ഇന്റർപ്രിട്ടേഷൻ ആണുള്ളത് ഇതിനേക്കാൾ. സിസ്റ്റം ആസ് എ ഹോൾ എങ്ങനെ ഹൗ തിങ്സ് ഫിറ്റ് എന്നുള്ളത്. നമുക്കിതിന്റെ ഹിസ്റ്ററി അറിയാലോ. ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഉണ്ടായതല്ല. അയാളുടെ പുസ്തകം രചിക്കാൻ വേണ്ടി ഉണ്ടായപ്പോൾ അയാളൊരു ഒബ്സർവേഷൻ ആണ്. അയാളുടെ ബുക്ക് ഈസ് അബൌട്ട് സെൽഫ് റെഫറൻസ്. അപ്പൊ അതില് ഈ ഇപ്പൊ റിക്കർസീവ് ആക്രോണിം വാല്യൂ ഒരു റിക്കർസീവ് ഡെഫിനിഷൻ ആണത്. പിന്നെ ഡഗ്ലസ് ഹോഫ്സ്റ്റാഡറിന്റെ അതർ വർക്ക്സും മെറ്റാമാജിക്കൽ തീമാസ്, ഐ ആം എ സ്ട്രേഞ്ച് ലൂപ്പ്, അതൊക്കെ എല്ലാവരും വായിക്കാം. ഗോഡൽ എഷർബാക്ക് മറിച്ചു നോക്കുക. ഫ്രെഡ് ബ്രൂക്സ് ലോ, ആഡിങ് മാൻ പവർ ടു എ ലേറ്റ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മേക്സ് ഇറ്റ് ഈവൻ ലേറ്റർ. അതായത് ഈ കമ്മ്യൂണിക്കേഷൻ ഇതിന്റെ ഇയാളുടെ ഒരു ഇതെന്താ വെച്ചാൽ ഇയാള് മിത്തിക്കൽ മാൻ മന്ത് എന്നുള്ളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിലാണ് ഇത് റെഫർ ചെയ്യുന്നത്. അല്ല അത് സാർ അവിടെ അതായത് മറ്റേ ഹിഡൻ ആയിട്ട് എഴുതിയേക്കുന്നത് ഒപ്റ്റിമലി റിസോഴ്സ് അലോക്കേറ്റഡ് സെറ്റിംഗിൽ അല്ലേ? ഈ ബുക്കുണ്ട്. വാഗ്മേർ എന്നുള്ള വാക്ക് ഇത് ചെളിക്കൊണ്ടിൽ, കാരണം ചെളിക്കൊണ്ടിന്ന് കാലെടുത്ത് വെച്ചാൽ അതിൽ തന്നെ ആയിരിക്കും. ഞാനൊരു സോഫ്റ്റ്വെയർ ഡിസൈനിന്റെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രെഡ് ബ്രൂക്സിന്റെ ഡിസൈൻ ഓഫ് ദ ഡിസൈൻ ആണ്. അതന്നെ ഡിസൈൻ ഓഫ് ദ ഡിസൈൻ. ഡിസൈൻ ഓഫ് ഡിസൈൻ. അപ്പൊ ഇയാളാണ് ഈ മറ്റേ എന്താ പറയാ ആൻഡ്രൂ ടാനബം അയാളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഈ OS 360യുടെ ചീഫ് ആർക്കിടെക്ട് ആയിരുന്നു. അപ്പൊ ആൻഡ്രൂ ടാനബം എഴുതിയെന്ന് വെച്ചാൽ തൗസൻഡ്സ് ഓഫ് പ്രോഗ്രാമേഴ്സ് ഫിക്സ്ഡ് എന്താ പറയാ തൗസൻഡ്സ് ഓഫ് ബഗ്സ് which in turn induced thousands of bugs so that total number of bugs remained a constant. അങ്ങനെയൊക്കെ ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇയാള് ഒരു പയനിയർ ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് വെർച്വൽ റിയാലിറ്റിയാ. അതായത് ആളെ കൂട്ടിയോണ്ട് വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ചാൽ മറ്റേ ഇപ്പോഴുള്ള മറ്റേ മെറ്റാവേഴ്സ് അത് തന്നെയാണോ? വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് കൺസീവ്ഡ് എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഫിസിക്കൽ മറ്റേ എൻവയോൺമെന്റ്. ഇപ്പൊ നമ്മളെ ചുറ്റും ഈ മറ്റേ പ്രത്യേക ഫ്ലൈറ്റ് സിമുലേഷൻ ഒക്കെ ഇല്ലേ, വെർച്വൽ റിയാലിറ്റിയാ.
ഓക്കെ. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കണ മാതിരിയുള്ള ഇമേജസ് ഒക്കെ കാണിക്കും. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണതിനനുസരിച്ച് ഇപ്പൊ ഞാൻ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ പോകുമ്പോൾ സിമുലേറ്റർ ഉണ്ട്, ട്രക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള. മാരുതി കാർ ഓടിക്കാൻ പഠിപ്പിക്കണം അങ്ങനെയാന്ന് തോന്നുന്നു തുടക്കം. അതെ അതെ, അതാണ് AR VR, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നും പിന്നെ വെർച്വൽ റിയാലിറ്റി എന്ന് പറയും. വെർച്വൽ റിയാലിറ്റി ഇമ്മേഴ്സീവ് ആയിരിക്കും. ഇപ്പൊ AR-നെ VR-നെ ഇപ്പൊ ഒരുമിച്ചാ കാണുന്നത്. ഇപ്പൊ മറ്റേ കിനറ്റ് അങ്ങനെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയാം. ഇയാള് അതിന്റെയൊക്കെ ഒരു പയനിയറാ. അപ്പൊ ഇതിപ്പോ 3 എണ്ണമായി. അതായത് വർക്ക് എക്സ്പാൻഡ് സോ ആസ് ടു ഫിൽ ദ ടൈം അവൈലബിൾ ഫോർ ഇറ്റ്സ് കംപ്ലീഷൻ. Hofstadter's law states that everything will be delayed even if you take into consideration Hofstadter's law. പിന്നെ adding people to something which is late. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ just because 10 ladies are willing to become pregnant doesn't mean that you will be able to do the calendar time-നെ കുറിച്ചും ബ്രൂക്സ് പറയുന്നുണ്ട് എത്തിക്കൽ മാൻ മന്തിൽ. അപ്പൊ ഈ 3 പേരും ഈസ് ഫേമസ് ഇൻ ദെയർ ഓൺ വേ. ഫസ്റ്റ് ആള് മറ്റേ ബ്യൂറോക്രസിയെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത ആളാണ്. സെക്കൻഡ് ആള് മറ്റേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, പാറ്റേൺസ്, സെൽഫ് റെഫറൻസ്, കോഗ്നിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് സ്റ്റഡി ചെയ്ത ആളാണ്. ഇയാളാണ് ഈ വെർച്വൽ റിയാലിറ്റി. ഇവർക്ക് 3 പേർക്കും ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. ഓക്കെ, ഇത് ആണ് ഓർഗനൈസേഷൻസ് പ്രൊഡ്യൂസ് ഡിസൈൻസ് വിച്ച് ആർ കോപ്പീസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചേഴ്സ് ഓഫ് ദീസ് ഓർഗനൈസേഷൻ. അപ്പൊ ഞാൻ ഈ മെൽവിൻ കോൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈ ചെയ്തിട്ടതാണ്. ഇപ്പൊ വേണമെങ്കിൽ കോൺവേസ് ലോ ഉണ്ടല്ലോ, കറക്റ്റ് സാധനം ഞാൻ ഹാക്കേഴ്സ് ഡിക്ഷണറിന്ന് വായിച്ചു തരാം. ഒറിജിനൽ കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ അതിന്റെ കോൺവേസ് ലോ. Conway's law. Conway's law. Page number 124 Okay. The rule that organization of the software and the organization of the software team will be congruent. Originally stated as, if you have 4 groups working on a compiler, you will get a 4-pass compiler. ഇതാണ് ശരിക്കും ഒരു അസംബ്ലർ എഴുതിയ പ്രൊജക്റ്റിലാണ്. ഇപ്പൊ ഒരു കമ്പൈലർ 8 ഡിവിഷൻസ് വെച്ച് ഉണ്ടാക്കിയെങ്കിൽ അതിന് 8-pass കമ്പൈലർ കിട്ടുന്നു. ഓക്കെ. The law was named after Melvin Conway, an early proto-hacker who wrote an assembler for the Burroughs 220 called Save. The name Save didn't stand for anything. It was just that you lost fewer card decks and listings because they all had Save written on them. അതെന്തോ ഒപ്റ്റിമൈസ് ചെയ്താണ്. This is also Tom Chetham's amendment of Conway's law. There is also, if a group of n persons implement a COBOL compiler, there will be n+1 passes. Someone in the group has to be a manager. But Tom Chetham's അങ്ങനെ റിസർച്ചർ ഉണ്ടല്ലേ ഇപ്പൊ. Chetham's amendment of Conway's law. If a group of n persons implement a COBOL compiler, there will be n-1 passes. Someone in the group has to be a manager. ഇത് n+1 ആണ് അവിടെ കണ്ടത്. ഡൗട്ട് തെറ്റിയതാണോ? അപ്പൊ n-1 ആണ് ലോജിക്കൽ. ഞാൻ സംസാരിച്ചോളൂ. ഇതാണ് പറയൂ. അപ്പൊ ഇങ്ങനെ നടന്നില്ലെങ്കിൽ എന്താ പറ്റുക? അങ്ങനെ നടന്നിട്ടല്ല, അങ്ങനെ നടക്കാതിരിക്കുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ?
ഇല്ല, ഇത് ലാല് നേരത്തെ പറഞ്ഞാണ്. അത് മറ്റേ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അങ്ങനെ ആയതുകൊണ്ട് ഐ ടി ഇങ്ങനെ അല്ല, സ്റ്റേറ്റിംഗ് ഒബ്വിയസ് ആണ്. ഈ N-1 തന്നെയാണ്. അല്ല, ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു പ്രോഗ്രാമർക്ക് പെട്ടെന്ന് ഇത് കാണാൻ പറ്റില്ല, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്ക് ഇത് കാണാൻ പറ്റില്ല കേട്ടോ. എന്താ ലോ ലെവൽ ഡിസൈൻ, ഹൈ ലെവൽ ഡിസൈൻ, ഇത് കാര്യങ്ങളൊക്കെ വെൽ ക്ലീനാ. പക്ഷേ ഒരു റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ ഇട്ടിട്ട് അതിന് തന്നെ RFP, റിക്വസ്റ്റ് ഫോർ പ്രൊപ്പോസൽ, ഒരു കോൺട്രാക്ട് ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ കൺസൾട്ടൻസും പല ഗ്രൂപ്പ്സും ഉണ്ടാവും. അങ്ങനെ ഈ ഗ്രൂപ്പുകളുടെ പുള്ളനുസരിച്ച് RFP ഉണ്ടാക്കണം. പിന്നെ RFPയുടെ റെസ്പോൺസ് കൊടുത്തിട്ട് വേണം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ കോൺട്രാക്ട് ഒപ്പിടാൻ വേണ്ടി. അപ്പോ ഹൈ ലെവൽ ഡിസൈനിൽ തന്നെ ഇത് മാഞ്ഞു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടില്ലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ശ്രീധേ, അല്ല പ്രസിദ്ധി, അപ്പൊ ഒരു സെയിൽസിന് വേണ്ടി പോകുന്നവര് നോക്കൂല, അവിടെ അറിയാലോ. അതല്ലേ മറ്റേ എല്ലാ കമ്പനികളിലും ഡെലിവറി മാനേജർ വേറെ, റിലേഷൻഷിപ്പ് മാനേജർ വേറെ. നമുക്ക് ഹൈയസ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളില്ലെങ്കിൽ ആ സെയിൽസ് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇതുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതിപ്പോ ഒരു കാര്യമുണ്ട്. എനിക്കറിയാവുന്ന ഒരു കമ്പനി 400 മില്യന്റെ ബിസിനസ് ഒരു ക്ലയന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുത്തെ CIOക്ക് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്ന് അറിയാം, പക്ഷെ ആരൊക്കെ ഈ ആളെന്ന് കണ്ടിട്ട് പോലുമില്ല. അതെങ്ങനെ പറ്റിയേ? അത് പറ്റുമല്ലോ. ഇപ്പൊ $1 ബില്യൺ IT ബജറ്റ് ഉള്ള സ്ഥലത്ത് ഇപ്പൊ 50 മില്യന്റെ ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിങ്ങൾ അയാൾ അറിയണമെന്നുണ്ടോ? ചിലപ്പോ ടോപ്പായിട്ടുള്ള ചിലപ്പോ 2-3 പ്രീമിയർ ക്ലയൻസിനെ അയാൾ അറിയും, അല്ലെങ്കിൽ വെണ്ടേഴ്സിനെ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കോൺവേസ് ലോ ഇത്ര ചർച്ചയില് ഇപ്പൊ എന്റെയൊക്കെ ലൈഫിൽ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് പരിചയമുള്ളവർക്കൊക്കെ മൈക്രോ സർവീസസ് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പറയും മൈക്രോ സർവീസസ് ആണ് എല്ലായിടത്തും, ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ മൈക്രോ സർവീസസിന്റെ കൂടെ ചേർത്തേ അവർ കാണുള്ളൂ. അപ്പോ ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഓർഗനൈസേഷനിലും കോൺവേസ് ലോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം അവിടുത്തെ ഓർഗനൈസേഷണൽ ഡീകോമ്പോസിഷൻ ആണ് അവിടുത്തെ സോഫ്റ്റ്വെയറിന്റെ മൊഡ്യൂൾസിന്റെ സ്ട്രക്ചർ തീരുമാനിക്കുന്നത്. അപ്പൊ എങ്ങനെ അവിടെ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ നടപ്പിലാവും? കാരണം ഡൊമൈൻ ആണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ കോൺവേസ് ലോ തടസ്സമായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ കോൺവേസ് ലോയ്ക്ക് പകരം ഇപ്പൊ ഇതിൽ തന്നെ ഒരു ഇൻവേഴ്സ് കോൺവേസ് ലോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ കോൺവേസ് ലോ, അതായത് ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അതായത് ടെക്നോളജിക്ക് അനുസരിച്ച് ഓർഗനൈസേഷൻ മാറിയാൽ മതിയല്ലോ എന്നാണ് ചോദ്യം. ഹലോ, ഓക്കെ. ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാറ്റം? കാരണം പ്രസിദ്ധി പറഞ്ഞത് ഇതൊരു സ്റ്റേക്ക് ഹോൾഡർ ലെവലില് ആണ് ഇതിന്റെ റീസൺ ചെയ്തൂടെ? ഇപ്പൊ അയാളുടെ ബോസായിട്ട് തല്ലുപിടിക്കുക. ചിലപ്പോ ബോസിന് അറിയാൻ പറ്റൂല ഇത് തന്നെ. ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതുകൊണ്ടാണെന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ അയാളുടെ ലോജിക്കൽ ഇതിലായിരിക്കും ഇരിക്കണേ. ആർക്കിടെക്റ്റിന് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഡിസൈൻ ഫിറ്റ് ആവൂല. അതെ. അല്ല, ഇപ്പൊ ആർക്കിടെക്റ്റ് ആയിട്ട് നമ്മള് അലൈൻ ചെയ്താലല്ലേ നമുക്ക് ജീവിതമുള്ളൂ. ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോ ഇത് അറിയില്ലെന്നേ. അതായത് ഒരു എന്റർപ്രൈസ് കണ്ടിന്യൂത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് അത് അവരുടെ കോർ വർക്കോ അല്ലെങ്കിൽ അതിന്റെ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഫുള്ള് പിടി കിട്ടുക. അതിപ്പോ നിങ്ങൾ അസസ്മെന്റിനൊക്കെ പോകുമ്പേ നമ്മള് ഈ പ്രൊജക്റ്റ് നമ്മൾ വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ
പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കണം. അത് ആ കൺസൾട്ടിങ്ങിൽ അങ്ങനെ വർക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് ഇത് ഈ സാധനം ഈ എന്താ പറയാ ഈ മൈക്രോ സർവീസസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് വാസ് സോ ഇൻട്യൂട്ടീവ് ദാറ്റ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഈവൻ ക്വസ്റ്റ്യൻ ഇറ്റ്. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് വർക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു പ്രശ്നം തീർന്നു. മൈക്രോ സർവീസസിന്റെ ഈ എന്താ പറയാ എന്തുകൊണ്ട് മറ്റേ സാപ്പും മറ്റവർക്കൊന്നും മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ചെയ്യാൻ പറ്റില്ല പ്രീ പാക്കേജ് ആപ്ലിക്കേഷൻ. പിന്നെ ഒന്നും അതിന്റെ ആവശ്യമില്ല, കാരണം അവർക്ക് ആ ഇപ്പൊ അക്കൗണ്ടിങ് പേറോള് ഇതൊക്കെ സ്ലോലി ചേഞ്ചിങ് ഡൊമൈൻസാ. അവരൊന്നും മൈക്രോ സർവീസ് ചെയ്യേണ്ടെന്നാണ് പറയണത് അല്ലേ? അല്ല, അവരെങ്ങനെ എന്തിന്റെ ബേസിൽ ഒരു പാർട്ടീഷൻ ചെയ്യും എന്ന് പറഞ്ഞേ? അവരിപ്പോ ഡൊമൈനിന്റെ ബേസിലാണ് തന്നെ ഡൊമൈനിലെ ഇപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം ആണെന്ന് വെച്ചോ, ഒബാമ കെയർ മറ്റേത് കംപ്ലയൻസ് ഒക്കെ വരുമ്പോ ഒരു പ്രത്യേക രീതിയിലെ അവിടുത്തെ ഡാറ്റ പാക്കറ്റ് ഏതാന്ന് വരെ ഡൊമൈൻ തീരുമാനിച്ചു കഴിഞ്ഞു സ്റ്റാൻഡേർഡ്സ്. അല്ല ബസ് അവർക്ക് ഈ പറഞ്ഞ അക്കൗണ്ടിങ് പാക്കേജ് എന്നൊക്കെ പറയണത് അതിലത്തെ ഓരോ കേപ്പബിലിറ്റി ഓരോ പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അപ്പൊ അതും മൈക്രോ സർവീസ് ആവൂല എന്നാണ് അവന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അവര് API ബേസ്ഡ് ആക്സസ് തരും നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾ ആ API കൺസ്യൂം ചെയ്യാ. അപ്പോ മൈക്രോ സർവീസസ് എന്തിനാണ്? ഈ ബിസിനസ് സിനാറിയോയില് ഫാസ്റ്റർ ടേൺ അറൗണ്ട് ടൈമിന് വേണ്ടിയാണ് മൈക്രോ സർവീസ്. അല്ലാണ്ട് സ്പീഡ് കൂട്ടാനോ സ്കെയിൽ ചെയ്യാനോ അല്ല. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എക്സിക്യൂഷൻ സ്പീഡ് അല്ല. ഈ സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആണോ പ്രസിദ്ധി? അതോ ഏതിന്റെ കേസില് മൈക്രോ സർവീസ് ആക്കുന്നത് ഒരു സെപ്പറേഷൻ മൈക്രോ സർവീസസിൽ സെപ്പറേഷൻ ഓഫ് കൺസേണിന് വേണ്ടി ആണെന്നല്ല. അതായത് മൈക്രോ സർവീസസിന് ആയിട്ട് നിങ്ങൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സെപ്പറേഷൻ ഓഫ് കൺസേൺ നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇൻഡിപെൻഡന്റ്ലി ഡിപ്ലോയബിൾ ഹോമോജീനിയസ് സ്മോൾ യൂണിറ്റ്സ് ആയിട്ട് ചെയ്താൽ ടേൺ അറൗണ്ട് ടൈം കുറയും. അല്ല ഇപ്പൊ ഒരു മൊബൈൽ പോയിന്റ് ഓഫ് വ്യൂലേ ഒരു മൾട്ടിപ്പിൾ സാധനങ്ങളുള്ള ഇപ്പൊ ഒരു ആപ്പ് എടുക്കുവാണ്, അതിന് സെർച്ച് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മറ്റേ ഓർഡർ മാനേജ്മെന്റ് ഉണ്ട്, ലോഗിൻ ഉണ്ട്. നിങ്ങളുടെ ഓർഡർ മാനേജ്മെന്റ് മാത്രമേ പൊട്ടണുള്ളൂ, സെർച്ചും ലോഗിനും പൊട്ടണില്ല. അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഡിസൈൻ അല്ല. അത് അതിപ്പോ അവിടുത്തെ ഡീകോമ്പോസിഷൻ സ്ട്രാറ്റജി തീരുമാനിക്കും. എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് മോണോലിത്ത് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാല് അൺനെസസറി ആയിട്ടുള്ള ഫില്ലർ ഡാറ്റ അയച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ ഏതെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഈ എല്ലാത്ത ഡാറ്റയ്ക്കും ഡമ്മി റെക്കോർഡ്സ് ഒക്കെ അയച്ചു കൊടുക്കേണ്ടി വരുമല്ലേ? അല്ലേ ആ ഡോക്യുമെന്റ്സ് ഒരു ഡോക്യുമെന്റ്സ് മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിസോഴ്സ് സെൻട്രിക് വ്യൂ വേണം. മറ്റേത് ഡോക്യുമെന്റ് സെൻട്രിക് ആണ് സോപ്പ്. റിസോഴ്സ് സെൻട്രിക് വ്യൂ വേണം. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതല്ലേ? നമ്മള് അങ്ങനെയല്ല. അത് ഇത് ഇനിയിപ്പോ അത് റെസ്റ്റ് എന്താണ് റിസോഴ്സ്, അത് ഇറ്റ്സ് എ ലോങ് ടോപ്പിക്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് ശരിക്കും ഒരുതരം എന്താ പറയാ, ഇപ്പൊ ഈവൻ നമ്മൾ ഇപ്പൊ വെബ് പേജ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുതരം ബിസിനസ് ഇന്റഗ്രേഷൻ ചെയ്യണം വരിക. അപ്പോ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് ആകുമ്പോൾ നിങ്ങളൊരു എൻറ്റിറ്റി സെൻട്രിക് വ്യൂ ആണ്. ഈവൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പ് പോലും എൻറ്റിറ്റി ആക്കണം. അതിന് കുറെ നമ്മൾ സോഫ്റ്റ്വെയർ മാത്രമല്ല, അത് എന്താ പറയുക, ഒരു ഓർഗനൈസേഷണൽ അസറ്റ് ഓൺ ചെയ്യുന്ന പോയിന്റ് ഓഫ് വ്യൂല് അത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കോഴ്സ് ഗ്രൈൻഡ് സർവീസ് നിങ്ങൾ ഫൈൻ ഗ്രൈൻഡ് ആക്കുമ്പോൾ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന തലവേദന വരും. അപ്പൊ നിങ്ങൾ ഗ്രാനുലാരിറ്റി കൂടുന്തോറും എന്ത് പറ്റും, അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആവും. അപ്പോ ഡീകമ്പോസിഷനും ഇന്റഗ്രേഷനും ചേർത്ത് ആ ഓർഗനൈസേഷന്റെ സൈറ്റാണ് തീരുമാനിക്കണേ എങ്ങനെ അവർക്ക് അജിലിറ്റി അച്ചീവ് ചെയ്യാന്ന്. അതായത് ഇപ്പൊ മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അജിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യരുത് എന്നുള്ളതാണ് അല്ലെ? അല്ല, അജിലിറ്റി എന്ന് ഉദ്ദേശിച്ചത് അവിടെ ബിസിനസ് അജിലിറ്റി ആണ്. ബിസിനസ് ടേൺ അറൗണ്ട് ടൈം കുറയ്ക്കാന്നുള്ളതാണ് മൈക്രോ സർവീസസിന്റെ ഉദ്ദേശം. കാരണം മൈക്രോ സർവീസസ് കൺസീവ് ചെയ്യുമ്പോൾ ഈ പറയുന്ന കണ്ടെയ്നർ ആർക്കിടെക്ചറും റെസ്റ്റ് പോലും പോപ്പുലർ അല്ലാന്ന്.
ഇവിടെ കിട്ടിയ കണ്ടെയ്നർ ഒന്നും പിക്ചറിലില്ല. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കണ്ടിട്ട് അതിന് വേണ്ടിയാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല. അതായത് ഇപ്പൊ മൈക്രോ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടെയ്നർ ബേസ്ഡ് ഡിപ്ലോയ്മെന്റ്, കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ എഞ്ചിൻ വേണം, ഒരു കണ്ടെയ്നർ ആർക്കിടെക്ചർ വേണം, ഏത് സർവീസസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലേ? അത് കഴിഞ്ഞ ഒരു ഡെവോപ്സ് റെജീം വേണം. അത് മിക്കവാറും ഒരു ക്ലൗഡ് പ്രൊവൈഡറിന്റെ മുകളില് മറ്റേ എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്നൊരു റെലിമെന്റാണ് ഓടിക്കണേ. അങ്ങനെ അത്രയും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇല്ലേ? എന്നിട്ട് ആണ് നമ്മൾ ഓരോന്ന് പ്ലാൻ ചെയ്യണേ ഇല്ലേ? അത് മൈക്രോ സർവീസസിന്റെ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി അഫെയർ ആണ്. മൈക്രോ സർവീസസ് എന്തിനുണ്ടായി? അതായത് ഒരു കൺസേണിനെ 3ആയിട്ട് മുറിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കപ്ലിംഗ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എന്താ പറയാ അതിൽ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടാ ഡൗൺ ചെയ്യണം, അപ്പോൾ എല്ലാം ഡൗൺ ആയിരിക്കും. അപ്പോൾ കുറേ സ്മോൾ ഗ്രാനുലാരിറ്റിയിൽ സർവീസസ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ആ ത്രെഡ് സർഫസ് ഉണ്ടല്ലോ, ആ ബ്ലാസ്റ്റ് റേഡിയസ് കുറയ്ക്കാം. അതാണ് മൈക്രോ സർവീസസിന്റെ ഉദ്ദേശം. അപ്പോൾ എന്തിന്റെ ബേസിൽ ഡീകമ്പോസ് ചെയ്യും എന്നുള്ളത് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ആണെന്നാണ് പൊതുവെ വിചാരിക്കണേ. അവിടെയാണ് ഈ കോൺവേസ് ലോ പണി ഉണ്ടാക്കുന്നത്. അല്ല പ്രസിദ്ധി, അപ്പോ ഒരു ആർക്കിടെക്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു ഒരു പർട്ടിക്കുലർ. അല്ല, ആർക്കിടെക്ട് എന്തിന്റെ ബേസിൽ സ്പ്ലിറ്റ് ചെയ്യുന്നു? ഇപ്പൊ ഒരു ടെക്നിക്കൽ ആർക്കിടെക്ട് ആണോ സൊല്യൂഷൻ ആർക്കിടെക്ട് ആണോ? ഒരു അതായത് സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നത് ടെക്നിക്കൽ ആർക്കിടെക്ട് ആയിരിക്കും. അപ്പൊ അയാൾ പക്ഷെ ഒരു റെൽമിലായിരിക്കൂലേ? അയാൾ ഒരു സൊല്യൂഷൻ റെൽമിലായിരിക്കും. സൊല്യൂഷൻ ആള് എന്റർപ്രൈസ് ആർക്കിടെക്ചർ റെൽമിലായിരിക്കും. ഒരു ലാർജ് ഓർഗനൈസേഷന് എന്തായാലും ഒരു എന്റർപ്രൈസ് ആർക്കിടെക്ചർ ഉണ്ട്. അതായത് അവരുടെ ബിസിനസ് കേപ്പബിലിറ്റി എന്താണ്, എത്ര കേപ്പബിലിറ്റി വേണം ഈ ഓർഗനൈസേഷൻ റൺ ചെയ്യണമെങ്കിൽ, അത് ഏതൊക്കെ സോഫ്റ്റ്വെയർ ആയിട്ട് മാപ്പ് ചെയ്യപ്പെടുന്നു. സോഫ്റ്റ്വെയറിന്റെ അക്വിസിഷനും റീസ്ട്രക്ചറിങ്ങും സൺസെറ്റിങ്ങും ഒക്കെ നടക്കുന്നത് ആ ബിസിനസ് കേപ്പബിലിറ്റി മാപ്പിങ്ങിലൂടെയാണ്. ഇപ്പോഴത്തെ ഒരു കേസിൽ എന്റർപ്രൈസ് ആർക്കിടെക്ട് ഗ്രൂപ്പ് ആയിരിക്കില്ല, അതായത് ഈ ടെക്നിക്കൽ ആ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് എന്റർപ്രൈസ് ആർക്കിടെക്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് വേണമെങ്കിൽ നമുക്ക് എന്റർപ്രൈസ് ആർക്കിടെക്ചർ 2 രീതിയിലുണ്ട്. ഇപ്പൊ ശ്രീജിത്തോ ഞാനോ ശരത്തോ സംസാരിക്കുമ്പോൾ നമ്മൾ ടെക്നോളജി പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് കാണുന്നത്. ബിസിനസ് ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ കാണുന്ന ഗ്രൂപ്പ് ഉണ്ടെന്ന്. അവരുടെ ഉള്ളിലെ നിങ്ങൾക്ക് ഇത് എഴുതാം, ഇത് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. CIOയുടെ അടിയിലുള്ള ടീമാണ് ഈ പറയുന്നത്. തീരുമാനിക്കണേ. ഈവൻ എന്റർപ്രൈസ് ആർക്കിടെക്ചറും ഈവൻ ഫലത്തിൽ സൊല്യൂഷൻ ആർക്കിടെക്ചറും. അല്ല, ഞാൻ ചോദിക്കാമെന്ന് അറിയാം, ഈ കോൺവേസ് ലോ ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ചേഞ്ച് ആവാൻ സാധ്യതകളുണ്ടല്ലോ. അപ്പൊ നമ്മളൊരു കോൺവേസ് ലോ കാരണം നമ്മൾ ഒരു ആർക്കിടെക്റ്റിന് അയാളുടെ സ്റ്റാൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അല്ലെ? അങ്ങനത്തെ ഒരു സോറി, അതായത് ആക്ട് ചെയ്യേണ്ട ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ എന്റർപ്രൈസ് ആർക്കിടെക്റ്റ് എന്നുള്ളത് തൊട്ട് ഈ സ്റ്റാഫ് വരെ എടുക്കുവാണെങ്കിൽ അതെല്ലാം മറ്റേ ടെക്നോളജി ലീഡർഷിപ്പാണല്ലോ. ഇവർക്ക് ആക്ട് ചെയ്യേണ്ട ഇതുണ്ട്, സ്കോപ്പ് ഉണ്ട്. അതായത് ആർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ് ആ സ്കോപ്പ് ഡിസൈഡ് ചെയ്യപ്പെടാം അല്ല. അപ്പോൾ ഇത് മറ്റേ അപ്പോൾ ഓർഗ് വൈഡ് ഡിസിഷൻ CIO ലെവലിൽ, ഇപ്പോൾ ഗ്രൂപ്പ് CIO ആണെങ്കിൽ മൾട്ടിപ്പിൾ ഡിവിഷൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ ആ ലെവലിലാണ് തീരുമാനിക്കപ്പെടുക. അപ്പോൾ ഒരു സ്പെസിഫിക് ഡിവിഷനിൽ ഇരുന്നിട്ടുള്ള പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റിന് ആ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, പുള്ളിക്ക് ചേഞ്ച് ചെയ്യുന്നുള്ള അസംഷനിൽ ചെയ്യാൻ പറ്റില്ല, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ ഡിസൈൻ ചെയ്യുമ്പോൾ കോൺവേസിലോ അക്കൗണ്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ഉപയോഗിക്കാൻ. അത് പുഷാവില്ല. ഇപ്പൊ എനിക്ക് അധികാരം കുറയ്ക്കുന്ന സ്ഥാനത്തേക്ക് ഞാൻ സമ്മതിക്കുമോ? ഇയാളെ ഡിസൈൻ ചെയ്യുന്ന സാധനം ലാർജർ ഓർഗനൈസേഷൻ കൺസ്യൂം ചെയ്യൂ എന്നുള്ളൊരു
അല്ല അങ്ങനെയല്ല, അതായത് പ്രോഗ്രാമേഴ്സ് ഡോണ്ട് ഡിറ്റർ സി, അതാ ഞാൻ പറഞ്ഞേ, വേൾഡിനെ എന്റർപ്രൈസ് അല്ല മറ്റേ എന്താണ് CIO ഓഫീസ്, എന്റർപ്രൈസ് ആർക്കിടെക്ചർ, സൊല്യൂഷൻ ആർക്കിടെക്ചർ, ടെക്നിക്കൽ ആർക്കിടെക്ചർ, ഇംപ്ലിമെന്റേഷൻ, അങ്ങനെ കണ്ടുനോക്കുക. അവിടെ നിങ്ങൾ കണ്ടുനോക്കുക. അപ്പോൾ ദിസ് വിൽ മേക്ക് സെൻസ്. ഒരു സോഫ്റ്റ്വെയർ മൊഡ്യൂൾ ചെയ്യുന്നതല്ല, മനസ്സിലായില്ലേ? അതായത് ഒരു കൺസൾട്ടന്റ് പോയിന്റ് ഓഫ് വ്യൂ കൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പൊ കോൺവേസ് ലോ ഉള്ളത് കൊണ്ട് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഗ്രൗണ്ടിലുള്ള റിയാലിറ്റിയും ഡൊമൈൻ്റെ ഡീകോമ്പോസിഷനും രണ്ടാ. അപ്പൊ മൈക്രോ സർവീസസിന്റെ ഡീകോമ്പോസിഷൻ സൈറ്റ് സ്പെസിഫിക് ആയിരിക്കും. അതിന്റെ പേരില് ഇപ്പൊ 5-8 കൊല്ലായില്ല, 10 കൊല്ലായി തോന്നല്ലേ ഇപ്പൊ സ്ഥലത്ത് അടിയുണ്ടായിട്ട്. ഇതിനെവിടെ ഡൗട്ടല്ലേ? ഞാൻ ചോദിച്ചാണ്, അതായത് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണോ ഇതിന്റെ ടേക്ക് അവേ? സോറി, ഹോളിസ്റ്റിക് ലെവലിലാണ് പറയണേ ഇത്. അതായത് വിത്തിൻ എ ബൗണ്ടഡ് കോണ്ടെക്സ്റ്റ് ഫർദർ ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. അതായത് സഫീഷ്യൻ്റ്ലി ഐസൊലേറ്റഡ് ബൗണ്ട് ആണെങ്കിൽ. അല്ല, ഒരു ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഒരിക്കലും ലാർജ് സ്കെയിൽ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ചെയ്യാൻ അത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ശ്രീത, ഇപ്പൊ നിങ്ങളിപ്പോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡെലിവറി പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് തന്നെ അല്ലേ വേണ്ട. ഇപ്പൊ നിങ്ങൾ എഴുതുന്ന സോഫ്റ്റ്വെയർ അവര് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്പെക്ക് തരുമല്ലോ, RFP ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വൈഡർ ഓർഗനൈസേഷനിൽ ഫിറ്റ് ചെയ്യണത് അവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയാൻ പറ്റൂല്ലോ? ഇല്ല, പറ്റില്ല. കാരണം ഈ 2000 സോഫ്റ്റ്വെയർ മൊഡ്യൂളൊക്കെ ഉണ്ട് ഡൽഹിയിലൊക്കെ കണ്ടിന്യൂസ്ലി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതില് നമ്മളെ ഏതെങ്കിലും 2-3 വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ ഡൽഹിന് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യണത്. ഇത് ആയിസ് വർക്ക് ചെയ്താൽ തന്നെ. അപ്പൊ ഇടയ്ക്ക് അവരുടെ ലൈൻ ഓഫ് ബിസിനസ് സോഫ്റ്റ്വെയറിൽ ഒക്കെ വരുമ്പോ മോളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ഇതൊക്കെ, കാരണം ഇതെല്ലാം കണക്കിലെടുത്തതിന് ശേഷം ഫസ്റ്റ് ടെക്നോളജി വരുന്നുള്ളൂ. അല്ലെങ്കിൽ അവരെങ്ങനെ മാനേജ് ചെയ്യും, എങ്ങനെയാണ് ഒരു മർജർ അക്വിസിഷൻ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് ബിസിനസ് സ്ട്രാറ്റജി മാറ്റണം, അതിനനുസരിച്ച് എന്റർപ്രൈസ് അതിനെ റീഅറേഞ്ച് ചെയ്യണ്ടേ? അപ്പൊ ഒരു ബിസിനസ് എന്റർപ്രൈസ്, അതായത് ബിസിനസ് ആർക്കിടെക്ചർ, സൊല്യൂഷൻ ആർക്കിടെക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ, ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ പോയിന്റ് ഓഫ് വ്യൂ, വേൾഡിനെ ഈ 4 പോയിന്റ് ഓഫ് വ്യൂലും കാണണം. ഒന്നുകൂടി പറഞ്ഞ പ്രസിദ്ധി, ഏതാണ് 4 പോയിന്റ്? ബിസിനസ് ആർക്കിടെക്ചർ, എന്റെ ബിസിനസ് മോഡല് ഓർഗനൈസേഷൻ എങ്ങനെ ഡീകമ്പോസ് ചെയ്യണ, ഇതൊക്കെ. ഇൻഫ്രാസ്ട്രക്ചർ ആർക്കിടെക്ചർ, എങ്ങനെയാണ് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇത് ചെയ്തേക്കണേ. സൊല്യൂഷൻസ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആർക്കിടെക്ചർ. പിന്നെ കൂടി ഉണ്ടല്ലോ, ഏതായിരുന്നു? ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചർ, സൊല്യൂഷൻ, അതോടെ ഉണ്ട്. ഈ സൊല്യൂഷനും ആപ്ലിക്കേഷനും ഉള്ള ഡിമാർക്കേഷൻ ആണോ? സൊല്യൂഷൻ ആപ്ലിക്കേഷൻ ഉൾപ്പെട്ട് തന്നെ വരും. അങ്ങനെ ഈ 4 ഈ 4+1 ആർക്കിടെക്ചർ എന്തുകൊണ്ട് വേണ്ടിട്ടാ ഞാനിപ്പോ പറഞ്ഞുതരാം. പിന്നെ അവരിങ്ങനെ പല രീതിയിൽ ലോജിക്കൽ വ്യൂ, ഇംപ്ലിമെന്റേഷൻ വ്യൂ, ഡിപ്ലോയ്മെന്റ് പ്രോസസ് ആണ്. ഇതേമാതിരി തന്നെ ഒരു മിനിറ്റ് കേട്ടോ, ടോഗാഫ് ADF ആർക്കിടെക്ചർ കണ്ടന്റോ
ഇതിലെവിടെയുണ്ട് ഇപ്പൊ ഈ ഇതേമാതിരി ഇവര് ഓർഗനൈസേഷനെ ഡീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ ശ്രീത്തെ? ബിസിനസ് ആർക്കിടെക്ചർ, ഈ ടെക്നോളജി ആർക്കിടെക്ചർ ആണെന്ന് തോന്നുന്നു നാലാമത്തത്, മനസ്സിലായേ? അങ്ങനെ ഈ എന്താ പറയാ, ഇതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അവര്. ബിസിനസ് ഇൻഫർമേഷൻ ടെക്നോളജി, അതായത് എന്താ പറയാ, ഈ ബിസിനസ് ആർക്കിടെക്ചർ, ഇൻഫ്രാസ്ട്രക്ചർ, അത് പിന്നെ എന്താ പറയാ ഈ സൊല്യൂഷൻസ്, ടെക്നോളജിയോ, അങ്ങനെ 4ആയിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ലെവലിലാണ് അവർ വേൾഡിനെ കാണുന്നത്. അപ്പൊ ഓർഗനൈസേഷൻ ഡിസൈൻ ഉണ്ടല്ലോ, അത് ഇപ്പൊ ലൈൻ ആൻഡ് സ്റ്റാഫ് ആണോ, മെട്രിക് സ്റ്റൈൽ ആണോ, അതിനനുസരിച്ചായിരിക്കും നമ്മള് സോഫ്റ്റ്വെയറിന്റെ ആർക്കിടെക്ചറും ഇതൊക്കെ പ്രപ്പോസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളുടെ എങ്ങനെയാ നമ്മള് നമ്മൾ കൊണ്ടുപോയിട്ടൊരു മൊഡ്യൂള് അവിടെ കൊണ്ടിടുന്ന കാര്യമല്ല പറയുന്നത് കേട്ടോ. എന്റർപ്രൈസിന്റെ വെയിൻ ഉണ്ടല്ലോ, അതായത് അവരുടെ കോർപ്പറേറ്റ് അപ്ലിക്കേഷൻ ബാക്ക് ബോൺ, അതിനെ ഉദ്ദേശിക്കുന്നത്. ഞാൻ വേറെ കാര്യം ചോദിച്ചത്, നമ്മൾ പണ്ടത്തെ ഒരു വീഡിയോ ഡിസ്കഷൻ ആണെന്ന് അറിയില്ല, ഒരു ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ആണ് മറ്റേ DSLന്റെ ഒരു DSLും അല്ല, അങ്ങനെയല്ല, DSLന് ഒരു ഇംപ്ലിസിറ്റ് ആയിട്ടൊരു ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ഉണ്ട്. അപ്പൊ അത് വരുമ്പോ DSL ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ സ്ട്രാറ്റജി ആയിട്ട് എടുക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു ഇത് വരും. അങ്ങനെയല്ല, DSL എന്ന് പറഞ്ഞാൽ ഒരു ഡൊമൈനിന്റെ ഒരു നാരോ ഏരിയനായിരിക്കും. നമുക്ക് ഒരു ഡൊമൈനിന് ഒരു DSL ഉണ്ടാക്കാനെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? കുറെ മിനി ലാംഗ്വേജസ് ഉണ്ടാവും ഒരു DSL അല്ല ഒരു ഡൊമൈനില്. ഇപ്പൊ നമുക്ക് ഗ്രാഫിക്സ് തന്നെ നോക്കുകയാണെങ്കിൽ പെൻഫ്ലോ, ഇപ്പൊ മൂവ് ടു ലൈൻ 2 എന്നൊക്കെ പറഞ്ഞ് കുറെ ML എന്നൊക്കെ പറഞ്ഞ കുറെ സാധനം ഉണ്ടാക്കാം. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സ്കെയിൽ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി വേറെ ലാംഗ്വേജ് ഉണ്ടാക്കാം, ഇല്ലേ? ഫോണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വേറെ ലാംഗ്വേജ് ഉണ്ടായിക്കൂടെ? നമുക്ക് മനസ്സിലായോ? DSL ഒരു മോഡലിംഗ് ഫോർമലൈസേഷൻ സ്കില്ലാണ്. അത് ഇതിനെ ഓഗ്മെന്റ് ചെയ്യുള്ളൂ, നമ്മുടെ ഈ വ്യൂവിനെ ഓഗ്മെന്റ് ചെയ്യുന്ന സാധനമാണ് അത്. അങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ശ്രീത്തെ അതിന് RFP ഉണ്ടാക്കുന്ന പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? RFP റെസ്പോൺസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് ഉറപ്പാ. ഹലോ, അല്ല, ഞാൻ ചെറുതായിട്ട് ചെയ്യുന്നത്. അതായത് RFP ഉണ്ടാക്കുന്ന ഒരു കമ്പനി വേറൊരാൾക്ക് RFP കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങളുടെ കമ്പനീനെ ഇപ്പൊ ശരിക്കും പൊതുവെ ഈ RFP ഉണ്ടാക്കുന്ന വർക്ക് ചെയ്യുന്നത് ഈ Big 5 ആണ്. ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, KPMG, അങ്ങനത്തെ കമ്പനികളൊക്കെയാണ്. ഇടയ്ക്ക് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ചിലപ്പോ എല്ലാത്ത കമ്പനികൾക്കും അത് കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ 3-4 കിട്ടിയ സാഹചര്യത്തിലാണ് ഇതിന്റെയൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത്. അതല്ല സാറേ, ഇപ്പൊ ഞങ്ങൾക്ക് വെണ്ടറിനെ വേണം, അപ്പൊ അതിന് RFP റെസ്പോൺസ് എടുക്കുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാ കാണുന്നത്? അല്ല, അതിപ്പോ നിങ്ങളുടെ വെണ്ടറല്ലേ നിങ്ങൾക്ക് RFPക്ക് റെസ്പോണ്ട് ചെയ്യണേ? അല്ല, അല്ല, നിങ്ങളുടെ കേസിൽ വരും. നിങ്ങളുടെ കേസിൽ വരുന്നത് എവിടെയാന്ന് വെച്ചാൽ, നിങ്ങളുടെ ക്ലയൻസിന്റെ നീഡ് നിങ്ങളുടെ സോഫ്റ്റ്വെയർ വെച്ച് മീറ്റ് ചെയ്യണമെങ്കിൽ ഇടയിൽ ഒരു ടീം വേണം. അതല്ലാതെ അപ്പൊ എല്ലാ വെണ്ടർ എൻഗേജ്മെന്റിലും അത് വേണ്ടെന്നാണ് സാർ പറയണത്. അല്ല, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശരിക്കും ഇപ്പൊ ശ്രീജിത്ത് വർക്ക് ചെയ്യണതും ഞാൻ മെജോറിറ്റി വർക്ക് ചെയ്യുന്നതും ഒരേ രീതിയിലാണ്. അതായത് ഏതെങ്കിലും ഒരു കമ്പനി RFP ഫ്ലോട്ട് ചെയ്യും, അതിന് റെസ്പോണ്ട് ചെയ്യലാണ് ശ്രീജിത്ത് മിക്ക പ്രോജക്റ്റിലും ചെയ്തിട്ടുണ്ടാവുക. ഞാനും അത് തന്നെ കൂടുതലും ചെയ്തേക്കണേ. അറ്റ് ടൈംസ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ആസ് പാർട്ട്, ഒരു കൺസൾട്ടിങ് എൻഗേജ്മെന്റിന്റെ ഭാഗമായിട്ട് യു ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദി വെണ്ടർ. അതായത് അതിന്റെ ഇംപ്ലിമെന്റേഷൻ. ഇത് എന്റെ 2-3 എൻഗേജ്മെന്റ് എങ്ങനെയാണെന്ന്, ഞങ്ങൾ RFP ഉണ്ടാക്കും, എന്നിട്ട് ആ പ്രൊജക്ട് ഞങ്ങൾക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസൾട്ടിങ് ഫീ വേവ് ചെയ്യും. മനസ്സിലായോ? അതായത് അത്രയ്ക്ക് സ്ട്രാറ്റജിക് അല്ലാത്ത വർക്ക് അവര് ഈ ഡെലോയിറ്റിനെ ഏൽപ്പിക്കില്ല, കാശ് പോവും. അപ്പൊ
അവര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സിസ്റ്റം ഇന്റഗ്രേറ്ററിന് തന്നെ ആ വർക്ക് കൊടുക്കും RFP ഉണ്ടാക്കാനായിട്ട്. RFP ഫ്ലോട്ട് ചെയ്യും, എന്നിട്ട് സിസ്റ്റം ഇന്റഗ്രേറ്ററും അതിൽ റെസ്പോണ്ട് ചെയ്യും. റെഡിയാ? ഓ, അതൊരു അടിപൊളി സ്ട്രാറ്റജി ആണ്. അല്ല സാറേ, ഇത് കോസ്റ്റ് സെന്ററും അസറ്റുമായിട്ടുള്ള സ്ഥലത്തുള്ള വ്യൂ അല്ലേ ഈ പറയണത്? അല്ല, അങ്ങനെയല്ല ഞാൻ പറയണേ. ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ്, ഇപ്പൊ നിങ്ങളുടെ കമ്പനി ഒരു വാല്യൂ പ്രപ്പോസിഷൻ ഉണ്ട് നിങ്ങളുടെ കമ്പനിക്ക്. പക്ഷെ അത് എങ്ങനെയാണ് ലിവറേജ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ കമ്പനി തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടത് മറ്റവരല്ലേ. അപ്പൊ അവരുടെ റിക്വയർമെന്റ് വരുമ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ, നിങ്ങളുടെ കൺസൾട്ടൻസ് അവരായിട്ട് മാപ്പ് ചെയ്ത് കൊടുക്കും. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡെലിവറിങ് ഇറ്റ് ആസ് എ സർവീസ് ആയിരിക്കുമല്ലോ, ഫുൾ വാല്യൂ ചെയിൻ ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പൊ ആ കേസിൽ നിങ്ങൾക്ക് RFP റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ പക്ഷെ ഞങ്ങൾക്ക് വെണ്ടർ മാനേജ്മെന്റിന്റെ സിനാരിയോയിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഗ്രാൻഡർ ആർക്കിടെക്ചറൽ വിഷൻ ഉണ്ട്. അതിനകത്ത് വേരിയബിലിറ്റി ഉണ്ടല്ലോ. അപ്പൊ അത് അവിടെ സൊല്യൂഷനിങ് അലൗ ചെയ്യുന്നുണ്ട് നമ്മള്. അല്ല അത് നിങ്ങളുടെ കമ്പനിയിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് സോഫ്റ്റ്വെയർ ഒരു എക്കോസിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കണം ചുറ്റും. ഇപ്പൊ സാപ്പിന് ചുറ്റും 100ഓളം കമ്പനികളില്ലേ സർവീസ് കൊടുക്കുന്ന? അല്ല സാപ്പ് ലാബ്സും ഉണ്ട്. അല്ല, ഞങ്ങളുടെ ഇപ്പോൾ അത് ഇങ്ങനെ കുറച്ചൊരു അഡ്ഹോക്ക് രീതിയിലാണ് പോകുന്നത്. അതായത് ഇപ്പോൾ ഞങ്ങളുടെ ആർക്കിടെക്ചറൽ ഇതുണ്ടല്ലോ, IDR ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ നിങ്ങൾ ആ എങ്ങനെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അസറ്റ്സിന്റെ മുകളിൽ ആ മെറ്റാ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതെങ്ങനെ മോണിറ്റൈസ് ചെയ്യാമെന്നുള്ളതിൽ ഒരു പാർട്ട് ഇപ്പൊ വിഷ്വൽ DS ഉണ്ടാക്കിയിട്ട് ലെറ്റ് എ ക്ലയന്റ് ഡിസൈഡ് ഓക്കെ ഹൗ ദേ ആർ ഗോയിങ് ടു എക്സാമ്പിൾ ഇറ്റ്. അപ്പൊ ക്ലയന്റ് പറയാണ്, അതൊന്നും ഞങ്ങൾക്ക് പറ്റുന്നില്ല, നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു RFP പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്താൽ പോരെ? അല്ല, അതെനിക്ക് മനസ്സിലായി. അത് അല്ല, ഇപ്പം ഞാൻ പറയുന്ന കേസിൽ ഇപ്പം ഞങ്ങൾ കസ്റ്റമറായിട്ടുള്ള കേസാണ് പറയുന്നത്. അതായത് അല്ലെങ്കിൽ ഞങ്ങൾ ക്ലയന്റ് ആയിട്ടുള്ള കേസാണ് പറയണത്. ഇപ്പം ഞങ്ങളിപ്പോൾ USDക്ക് അതെ. അതായത് ഇപ്പം ഞങ്ങൾക്ക് ഒരു പീസ് ഓഫ് സോഫ്റ്റ്വെയർ വേറെ കമ്പനി എഴുതി തരുന്നു. ആ മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ കൊടുക്കുന്ന RFPക്ക് അവനല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതെ. അല്ല, ആ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വർക്ക് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് കൊളംബിയയിലൊക്കെ വെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്. അത് അല്ല, ആ വെണ്ടർ മാനേജ്മെന്റ് വർക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഇൻഹൗസ് സ്റ്റാഫാണ് ചെയ്യുന്നത്, കൺസൾട്ടിങ് കമ്പനിനെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത്? ഇൻഹൗസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ? പക്ഷെ അഡ്ഹോക്ക് ആണ് ഈ RFP എന്നൊക്കെ പറയുന്നത്. അഡ്ഹോക്ക് ആണ്. അതായത് ഇപ്പൊ ഞങ്ങൾക്ക് ഇന്റേണൽ ADRs ഉണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് അതർ കൺസിഡറേഷൻസ് എല്ലാം വെച്ചിട്ടാണ് പോകുന്നത് ഈ ഒരു ഡ്രാഫ്റ്റ് പോകുന്നത്. പക്ഷെ ഞാൻ ഉറ്റു നോക്കുന്നത് എന്താ അറിയോ, നിങ്ങളുടെ സോഫ്റ്റ്വെയർ പുറത്തേക്ക് കൊടുക്കുമ്പോൾ ആ സോഫ്റ്റ്വെയർ ക്ലയന്റിനാണ് കൊടുക്കണേന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ കൺസൾട്ടൻസ് ആയിരിക്കും അത് ഉപയോഗിക്കാന്നാണ് എന്റെ മതം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റവന്യൂ ലോസ് ഉണ്ടാവും അവിടെ. അല്ല, ഞങ്ങൾക്ക് ഇതുണ്ട്, പ്രൊഫഷണൽ സർവീസസ് ടീം ഉണ്ട്. അത് പ്രൊഫഷണൽ സർവീസസ് ടീം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രൊഫഷണൽ സർവീസസ് ടീം മറ്റുള്ളവരുടെ RFC ബിൽഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് RFC ബിൽഡ് ചെയ്യണ പ്രശ്നം ഉദിക്കുന്നില്ല, ഇന്റേണൽ വ്യൂ ആണ് പ്രശ്നം. അല്ല, ഞാൻ ഓതറിങ്ങിനെ പറ്റിയാണ് ഇനീഷ്യലി മെൻഷൻ ചെയ്തത്. RFP സാറ് ക്വസ്റ്റ്യൻ അതായിരുന്നല്ലോ ശ്രീജിത്തിന്റെ അടുത്ത്. അതെ. അല്ല, ശ്രീജിത്ത് ഞാനും കൂടുതൽ വർക്ക് ചെയ്തേക്കണത് RFP റെസ്പോൺസ് സ്റ്റേജിലായിരിക്കാനാണ് ചാൻസ്. മനസ്സിലായോ? അല്ല, ഞാൻ എന്റെ ഗ്ലിംസൻസ് ഷൈൻ്റെ ഒപ്പം പോയപ്പോ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാം അവസാനം. അപ്പൊ ഞാൻ ആ RFP നമ്മളുണ്ടാക്കുന്ന സിറ്റുവേഷന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കോൺവേഴ്സ് ലോയും ഇങ്ങനത്തെ ഇത് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പോലും തരില്ല അവര്. എക്സ്ട്രീംലി ടാക്ട്ഫുൾ ആയിരിക്കണം. ഏന്നുള്ള ഡിവിഷനിലെ ഹെഡിൻ്റെ അടുത്ത് മറ്റൊരാളായിട്ട് ക്ലോസ് ആണെങ്കിൽ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് കട്ട് ചെയ്യും. ഇപ്പൊ ശരത്ത് ആ വിവരം അറിഞ്ഞാൽ ഇപ്പൊ ശരത്ത് ഈ ടീമിലല്ല, മറ്റേ ഏതെങ്കിലും ലൈൻ ഓഫ് ബിസിനസ് ടീമിലായിരുന്നു എന്ന് വെച്ചോ, കളി മാറിയാനെ. മനസ്സിലായി. അപ്പൊ ഇതിപ്പോ മെയിൻ പ്രശ്നം ഇപ്പൊ ഞാൻ ഈ സാധനം പുഷ് ചെയ്യുമ്പോ ഒന്ന് വെബ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഈക്വൽ ടു എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ. വെബ് ഒരു ഡെലിവറി മീഡിയ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും വെബ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ.
എന്റർപ്രൈസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോർപ്പറേറ്റ് ബാക്ക് ബോണിന്റെ ഭാഗമായിട്ട്, അവരുടെ ബിസിനസ് കേപ്പബിലിറ്റിയുടെ ഭാഗമായിട്ട്, ആ ബിസിനസ് കേപ്പബിലിറ്റി റിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ലൈൻ ഓഫ് ബിസിനസ് ആപ്ലിക്കേഷൻ ഒരു സ്റ്റാക്ക് ഇല്ലേ? അവിടെ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ എന്തായാലും കോൺവേഴ്സ് ലോയും മറ്റേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി അവിടെ ഇരിക്കണവർ ഇപ്പൊ സിസ്റ്റം ഇന്റഗ്രേറ്റർ ആയിട്ട് ചെല്ലുമ്പോഴും RFPക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോഴും നമ്മളൊരു പർട്ടിക്കുലർ കമ്പനിയായിട്ട് ഡീൽ ചെയ്യണമെങ്കിലും അവിടുത്തെ ഡിവിഷൻസിൽ സാധനത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ സാധനങ്ങൾ പോകേണ്ടത്. പക്ഷെ അത് അവിടെ RFP പ്രിപ്പയർ ചെയ്യുന്നവർ ആൾറെഡി കണക്കിലെടുക്കുന്നതുകൊണ്ടാണ് RFP റെസ്പോണ്ട് ചെയ്യുന്ന മിക്കവർക്കും അത് അറിയാത്തത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ഈ ക്ലയന്റിന്റെ നമ്മൾ ആർക്കാണോ സെർവ് ചെയ്യണേ അവിടത്തെ RFP പ്രൊഡ്യൂസ് ചെയ്യുന്നവര് കോൺവേഴ്സ് ലോ കണക്കിലെടുത്തിട്ടുണ്ടാവും. അതെ അതെ, അല്ല അത് ഷുവറാണ്. അല്ല എനിക്ക് ഡൗട്ടില്ല സാറേ. ഞാനേ മറ്റേ സൈഡ് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല പക്ഷെ നിങ്ങൾക്ക് ഊഹിക്കാലോ. നിങ്ങൾ ഇവിടുന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോ അവിടെ എന്തായിരിക്കും നടക്കണേന്നുള്ളത്. അല്ല അതാണ് നമ്മൾ കമ്പനി പോയി കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ക്ലയന്റിന്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RFPക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ഒരാൾക്ക് ഈ ഒരു വിസിബിലിറ്റി ഉണ്ടാവൂലല്ലോ അല്ലെ? അങ്ങനെയല്ല, അവിടെയാണ് പ്രശ്നം. ഞാൻ RFP റെസ്പോണ്ട് ചെയ്യുന്ന 75 പേരുടെ ടീമിന്റെ ലീഡറായിട്ട് ഇരുന്നിട്ടുണ്ട്. ചിലപ്പോ നിങ്ങൾ ചിലപ്പോ മൊബൈൽ പാർട്ടി ആയിരിക്കും. അപ്പൊ ആരായിരിക്കും നിങ്ങളുടെ അവിടുത്തെ RFP റെസ്പോൺസ് ഓൺ ചെയ്തേ? അവന് വ്യൂ ഉണ്ടാവുമല്ലോ. അവന് വ്യൂ ഉണ്ടാവണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ? അല്ലെങ്കിൽ തോട്ടോർസ് പണ്ടേ വീണേ, തോട്ടോർസ് വീണിട്ടില്ലല്ലോ, അപ്പൊ അവിടെ ഉണ്ടാവില്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞു ചെറുതെ ആ ഡിഫറൻസ് എപ്പോഴാണ് ശ്രദ്ധിച്ചേ? ഒരു ബിൽഡ് ഓൺ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ബിൽഡ് ഓൺ വേർഡ് ഓഫ് മൗത്ത് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനും ഇങ്ങനത്തെ വ്യൂ വേണം. എവിടെ വേണമെങ്കിലും അതില്ലെങ്കിൽ എന്ത് പറ്റുന്നു വെച്ചാല് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അധികം നോളജ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ ഒരു എൻഗേജ്മെന്റ് ഞാനിപ്പോ തമ്മിലുള്ള റിലേഷൻ കാരണം ഈ പ്രോജക്ട് എനിക്കാണ് തരാൻ പോണേന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും ഇത് വേണ്ടി വരും അല്ലെ? അതുണ്ടല്ലോ. കാരണം ഇപ്പൊ ഞാനിപ്പോ എന്റെ കമ്പനിയുടെ നിങ്ങൾക്ക് പ്രോജക്ട് തരുന്നത്. അപ്പൊ എന്റെ കമ്പനിയുടെ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ലേ? അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തൊരു പൊട്ടത്തരായി പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ചോദിക്കൂലേ എന്റെ അടുത്ത്? അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു സർവീസ് സോളിസിറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, ഡെലിവറി ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ട്, കൺസൾട്ടൻസ് ഉണ്ട് ഇടയിൽ. അപ്പോ സർവീസ് സോളിസിറ്റ് ചെയ്യുന്നവരാണല്ലോ RFP ഇറക്കുക. സർവീസ് ഡെലിവറി ചെയ്യണവൻ RFPക്ക് റെസ്പോണ്ട് ചെയ്യും. ഈ റെസ്പോണ്ട് ചെയ്യണവൻ തന്നെ സിസ്റ്റം ഇന്റഗ്രേറ്റർ ആവണമെന്നില്ല. വേണമെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉള്ള കമ്പനി ഒറാക്കിളിൽ റെസ്പോണ്ട് ചെയ്യാം. ഒറാക്കിളിന്റെ പ്രൊഫഷണൽ സർവീസസ് ചെയ്താൽ പോരെ? അപ്പോ ഈ നമ്മള് എന്തൊക്കെ വന്നാലും നമ്മുടെ അടുത്ത് ഒരു ഡോക്യുമെന്റ് എത്തണേക്ക് മുമ്പ് ഇതൊക്കെ കണക്കിലെടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങളിപ്പോ ഇതിപ്പോ കുറെ പ്രശ്നം വരുന്നത്, നിങ്ങളിപ്പോ റിലയൻസിന്റെ ഇൻഡസ്ട്രി RIL വർക്ക് ചെയ്യാന്ന് വെച്ചോ, അവിടുത്തെ IT ടീമിലാണ് നിങ്ങൾ വർക്ക് ചെയ്യണേ. അവിടെ എന്തായാലും ഇത് അറിഞ്ഞാൽ മതിയാവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ സാധനം മൂവ് ചെയ്യില്ലല്ലേ? അല്ല, പുറത്തുനിന്നുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇവിടെ എങ്ങനെയാ വേണ്ടതെന്ന്? അവിടെ നല്ലൊരു വെണ്ടർ മാനേജ്മെന്റ് ടീമും കൺസൾട്ടിങ്ങും ക്ലയന്റ് ഇംപ്ലിമെന്റേഷൻ ടീമും അതായത് 10 സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉള്ള സ്ഥലത്ത് 100 ജോബ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഡൗൺ സ്ട്രീമില്. ഈ ജോബ് റിലയൻസിന്റെ ജോബ് ഉള്ളത് എല്ലാ ഇപ്പൊ റിലയൻസ് അവര് ഔട്ട്സോഴ്സ് ചെയ്യുന്നു. ഇപ്പൊ അവരുടെ ഇപ്പൊ L1 L2 വേറെ കമ്പനി കൊടുക്കും അങ്ങനെ. അതായത് പക്ഷെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ 10 സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് ജോലി കിട്ടി കഴിഞ്ഞാൽ 100 ടിക്കറ്റ് ഇവർക്കും ഒക്കെ ജോലി കിട്ടുമെന്ന്. അങ്ങനെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവേണ്ടെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, സോഫ്റ്റ്വെയർ കോഡിങ് എഞ്ചിനീയറിംഗ് ഷിപ്പിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂന്ന്
ടെക്നിക്കൽ ആർക്കിടെക്ചർ, സൊല്യൂഷൻ ആർക്കിടെക്ചർ, എന്റർപ്രൈസ് ആർക്കിടെക്ചറിലോട്ട് പോയിട്ട് അവിടെ നിങ്ങൾ നോക്കുക. അപ്പൊ ഇതെല്ലാം ഉണ്ടാവും. അപ്പൊ എന്റെ വാദം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ മൈക്രോ സർവീസസിൽ ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ എന്താണെന്ന് അറിയാവുന്നവർ വളരെ ഞാൻ കണ്ടിട്ടില്ല, കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് ഞാനത് ഓപ്പറേഷണലൈസ് ചെയ്യും. അജയിലും DDD തമ്മിൽ ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ ഒരു വാട്ടർഫോൾ ആയിട്ട് ബന്ധമുണ്ട്. കാരണം നമുക്ക് ഡൊമൈനിന്റെ ഡീകമ്പോസിഷൻ ആൾറെഡി അറിയാവുന്ന ഒരു വെപ്പില്ലേ, എന്നാലും നമുക്ക് ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ മിക്ക സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമിനെ ഡൊമൈനെ കുറിച്ച് ഒരു ഐഡിയ പോലും ഉണ്ടാവില്ല തുടങ്ങുമ്പോ. അപ്പൊ DDDയുടെ ടേംസ് ഉപയോഗിക്കും, DDDയുടെ പ്രോസസ് ഉപയോഗിക്കാൻ പറ്റുമോ? യുബിക്വിറ്റസ് ലാംഗ്വേജ് ഐഡന്റിഫൈ അങ്ങനെയൊക്കെ നോട്ട്. അപ്പൊ അവിടെയാണ് ഇതിന്റെ പോയിന്റ് ഇരിക്കുന്നത്. ഇത് ഈ ശരിക്കും ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ടെക്നോളജിക്കൽ സൊല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ്, അല്ലാണ്ട് ഒരു ഓപ്പറേഷണൽ ഡിസൈനോ അല്ലെങ്കിൽ ഒരു ഓർഗിന്റെ ഫങ്ഷനിങ് പ്രോസസ് പറ്റില്ല. അത് തന്നെ നിങ്ങൾ ആൾമോസ്റ്റ് സെഡ് ഇറ്റ്. ആ പ്രോസസ് ഉപയോഗിക്കാൻ പറ്റില്ല, അതിന്റെ ടേംസ് ഉപയോഗിക്കാം. ഇപ്പൊ എൻറ്റിറ്റി എന്താണെന്ന് ഉപയോഗിക്കാം, വാല്യൂ ഒബ്ജക്റ്റ് എന്താണെന്ന് ഉപയോഗിക്കാം, അഗ്രഗേറ്റ് എന്താണെന്ന് ഉപയോഗിക്കാം, DTO എന്താണെന്ന് ഉപയോഗിക്കാം, വേണമെങ്കിൽ റിസോൾവ് ഡാറ്റയുടെ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം, എന്താണ് ക്ലോഷർ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാം ഒക്കെ പറയാം. പക്ഷെ എങ്കിൽ അവർ പറയുന്ന രീതിയിലുള്ള ഡൊമൈൻ ഡീകമ്പോസിഷനും മറ്റു സാധനങ്ങളൊന്നും പറ്റുമൊന്നുമില്ല. ഈ മൈക്രോ സർവീസ് എന്ന് പറഞ്ഞ മാർട്ടിൻ ഫോളറും ഈ മൈക്രോ സർവീസ് പറയുന്ന ആൾക്കാർ പറയുന്നത് അല്ല, മാർട്ടിൻ ഫോളർ DDD പറയണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. DDD അവര് ഒരു ഇയാളുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് DDD കമ്മ്യൂണിറ്റി ഉള്ളത്. അല്ല മെയിൻ പ്രശ്നം എന്താണ്, ഇപ്പൊ നമ്മുടെ ഇവിടെ മൈക്രോ സർവീസസ് DDD അറിയാതെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ DDD ആണ് മൈക്രോ സർവീസിന്റെ എല്ലാം എന്ന് പറയുമ്പോ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എനിക്കറിയില്ല കറക്റ്റായിട്ട് കോംപ്ലക്സ് ഡൊമൈനിനെ സിംപ്ലിഫൈ ചെയ്യണത് DDD വെച്ചിട്ട് അങ്ങനത്തെ ഒരു DDD വെച്ച് നിങ്ങളുടെ ചിന്താമണ്ഡലം ബെറ്റർ ആക്കണ്ടെന്ന് പറഞ്ഞില്ല, കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെ കമ്പനിയുടെ ഉള്ളില് പ്രോസസ് ഇത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഡൊമൈൻ എക്സ്പെർട്സ് ഉണ്ടാക്കി തരുന്ന സ്കീമ വാങ്ങിച്ചാൽ പോരെ. അത് റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയിൽ സമ്മതിച്ചു. ഇപ്പൊ ഹെൽത്ത് കെയർ, പേയ്മെന്റ് കാർഡ് ഇൻഡസ്ട്രിയിലൊക്കെ ആൾറെഡി സ്റ്റാൻഡേർഡ് ബോഡീസ് അല്ലെങ്കിൽ FHIR-ലൊക്കെ ഫയറിലൊക്കെ സ്റ്റാൻഡേർഡ് ബോഡീസ്, API കോള്, കോൺട്രാക്ട്സ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മൈക്രോ സർവീസസ് ആയിട്ടല്ല, അത് ഡൊമൈനെ എങ്ങനെ ഡീകമ്പോസ് ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഈ അതെങ്ങനെ ഡൊമൈനെ ഉപയോഗിച്ച് എഴുതുന്ന അപ്ലിക്കേഷനെ എങ്ങനെ ഓപ്പറേഷണലൈസ് ചെയ്യാന്നുള്ള രീതിയിലല്ല. മൈക്രോ സർവീസ് വരുന്നത് തന്നെയാണ്, അപ്ലിക്കേഷൻ എഴുതുമ്പോ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ ആയിക്കോട്ടെ, പക്ഷേ അത് ഫങ്ഷണൽ ഡീകമ്പോസിഷൻ ചെയ്യുന്നത് DDD ആണെങ്കിൽ കോൺവേസ് ലോ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇൻവേഴ്സ് കോൺവേസ് ലോ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് IT അനുസരിച്ച് ഓർഗനൈസേഷൻ മാറണം. അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാറാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? IT ഡ്രൈവർ ആയിരിക്കുമ്പോൾ. അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം. അപ്പൊ കോൺവേസ് ലോ സോഫ്റ്റ്വെയർ എഴുതുമ്പോ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ലോജിക്കൽ വ്യൂ, പ്രീഡിഫൈൻ ലോജിക്കൽ വ്യൂ കൊണ്ടിട്ട് ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫൺ അത് വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. അവിടെ വേറെ രീതിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ചരിത്രപരമായിട്ട് ഇവോൾവ് ചെയ്തത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഡിഫറൻസ് ഒന്നും കണ്ടില്ലാന്നുണ്ടെങ്കിൽ അതൊരു ചെറിയൊരു യൂണിറ്റ് ആണെന്നുള്ളതാണ് പറയുന്നത് അല്ലേ? അത് ചിലപ്പോ കാണാൻ അറിഞ്ഞൂടെങ്കിലും കാണുമല്ലോ. കട്ടായി കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ എന്താ പ്രശ്നം? സാറേ വല്ലതും പറഞ്ഞാൽ ക്ലിയർ അല്ല. സാർ നെറ്റ്വർക്ക് പോയെന്ന് തോന്നുന്നുണ്ടോ? സാറേ പറഞ്ഞ എന്താ പ്രശ്നമുണ്ട്? അല്ല ശ്രീത, ഇത് നമുക്ക് ഈ നോളജ് ഇല്ല. ഇത് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഓർഗ് ഡിസൈനും ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസിറ്റീവ്ലി ഇൻഫോംഡ് ആയിട്ടുള്ള സാധനവും ചെയ്യാം.
ഈ മൈക്രോ സർവീസ് ഡിസൈൻ ചെയ്യുന്നവർ ഒരിക്കലും അവരൊരു പക്ക ഒരു ചെറിയല്ല ഒരു എന്റർപ്രൈസ് ലെവലിൽ മൈക്രോ സർവീസ് ഡിസൈൻ ചെയ്യുവോ? ചെയ്യാല്ലേ? ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാം. അല്ല അതല്ല, ഈ ഇപ്പൊ വാൾമാർട്ടിലൊക്കെ ഉണ്ട്. സാറിന് മെസ്സേജ് അയക്കട്ടെ കേട്ടോ ഒന്ന്. ഹലോ, അല്ല സാറ് വരട്ടെ, നമുക്ക് ഇത് ചെയ്യാം. അല്ല ശ്രീത്തെ, അത് ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പൊ ഈ മറ്റേ സർവീസസ്. ഹലോ, ഒരു രക്ഷയില്ല സാറ്, ഇന്റർനെറ്റ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ അല്ല, ഇത് സ്റ്റേക്ക് ഹോൾഡർ അത് മാനേജ് ചെയ്യുന്നേ ശരിക്കും. ഇപ്പൊ ഒരു സ്റ്റേക്ക് ഹോൾഡറുടെ ശരിക്കും ഇതൊക്കെ വെച്ച് അതായത് ഞാനൊരു ബിസിനസ് പിടിക്കണം എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ചിന്തിച്ചത്. മനസ്സിലായി? അതായത് ബിസിനസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ പിന്നെ അതെ. അപ്പൊ ക്ലയന്റിന്റെ അവിടെ സ്ട്രോങ് ടെക്നിക്കൽ ടീം ശരിക്കും വേണം. അതായത് എനിക്ക് അത് പറയാൻ പറ്റില്ല, പല സിറ്റുവേഷനിലാണല്ലോ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്നത്. അതിന്റെ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഓർഗില് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓർക്കസ്ട്രേഷൻ എഞ്ചിൻ, ഒരു വർക്ക് ഫ്ലോ സിസ്റ്റം ഒക്കെ വേണമായിരുന്നല്ലോ. അത് മറ്റേ സ്പെഷ്യൽ ബഡ്ജറ്റ് അപ്രൂവലൊക്കെ വേണ്ടി വന്നു. എക്രോസ് ഓർഗ് CI ഓഫീസിലൊക്കെ പോയി അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ വേറെ കാര്യം കൂടി, അതായത് താഴെത്തട്ടിലോട്ട് വരുമ്പോ ഇവരൊരിക്കലും ഒരു ഫുൾ സ്കെയിൽഡ് എന്റർപ്രൈസ് മോഡേണൈസേഷൻ ആണ് കൂടുതൽ ഇപ്പൊ നടക്കുന്നത്. അല്ലാണ്ട് അല്ലെ അവരെ പാച്ച് മോഡേണൈസ് ഒരു ഫുൾ ബ്ലോൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കൽ എന്നുള്ളത് ഇപ്പൊ ഉണ്ടോ? അതായത് ഒരു എന്റർപ്രൈസിനെ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ആയിരിക്കാം, പക്ഷെ അതേ സ്കെയിലാണോ? അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ മൈക്രോ സർവീസ് പോപ്പുലർ ആയത് ഒരു മോഡേണൈസേഷൻ എന്നുള്ള എക്സസൈസിലായിരിക്കാം. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട്, ഓരോ ഓർഗനൈസേഷന്റെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണോ വരുന്നത്? അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. മനസ്സിലായി? സ്ട്രാങ്കുലർ പാറ്റേൺ പരിപാടികളാണ് പറയണത്. ഹലോ, അപ്പോ അറിയില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ ഡൊമൈൻ DDD വർക്ക്ഔട്ട് ആവും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയി. അതായത് കാരണം അവർക്ക് ഫുൾ ഓർഗനൈസേഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ല, അപ്പൊ അതാണ്. അപ്പൊ അവിടെ സ്കെയിൽ നീഡ് ആണോ മറ്റേ ബിസിനസ് അജിലിറ്റി ആണോ എന്നുള്ളതാണ് അപ്പൊ ക്വസ്റ്റ്യൻ. മനസ്സിലായി? അപ്പൊ സ്കെയിൽ നീഡ് ആണെങ്കിൽ ഡിഫറെന്റ് പ്രോബ്ലം ആണ്. ഹലോ, കേക്കാം, പക്ഷെ ചെറുതായിട്ട് ഇതുണ്ട്. ഒന്നൊരു എന്തെങ്കിലും പറഞ്ഞേ. ഇപ്പൊ കുഴപ്പമില്ല, കേക്കണ്ട്. സ്ക്രീൻ കാണുന്നില്ല, എനിക്ക് അറിയില്ല. എനിക്ക് കാണുന്നില്ല. നെറ്റ്വർക്ക് എന്തെങ്കിലും ആരെങ്കിലും ബാൻഡ് വിഡ്ത്ത് കൂടുതൽ കളിക്കുന്നുണ്ടാവും.
സാറിന്റെ മോൻ വല്ല ഗെയിം കളിച്ചോണ്ടിരിക്കണ നെറ്റ് എനിക്കറിയില്ല. ചിലപ്പോ അതായിരിക്കട്ടെ. ഒരു സെക്കൻഡ്. മെഷീൻ ഓഫ് ചെയ്താ നീ ലാലില്ലേ അവിടെ? ഞാൻ മൾട്ടി ടാസ്ക് ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ട് എനിക്ക്. പക്ഷെ സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഷെയർ ചെയ്യാം, ചിലപ്പോൾ സെറ്റ് ആവുമായിരിക്കും. അതെ. കേക്കാം. ഹലോ, കേൾക്കാം. ക്ലിയർ ആണോ? സാറ് ടീംസ് ക്വിറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയായിരുന്നോ? ഞാൻ ചെയ്ത് നോക്കിയ ഇപ്പഴാ? ഇല്ല. അപ്പോ next, the right answer on the internet is not to ask a question but to post the wrong answer. അതിന് കൺഫർമൻസ് ഉണ്ടോ? ക്രിറ്റിസിസം ആണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളതാണോ? ഒരാളുടെ എന്താ പറയാ ട്രബിൾ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളുടെ റോങ് ചൂണ്ടിക്കാണിക്കാൻ ഒരു നാച്ചുറൽ പ്രവണതയുണ്ട്. പോസിറ്റീവ് ആൻസർ കിട്ടുന്നതിനേക്കാളും ബെറ്റർ അതാണ്. ഫീലിംഗ് സ്മാർട്ട് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ ആണ്. ആർക്ക് കിട്ടുന്ന അതിന്റെ ഫീഡ്ബാക്ക്? അതായത് ഇപ്പൊ ഞാൻ മറ്റേ വേറെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോ ഒട്ടുമിക്ക കേസിലും അവർക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അല്ല, അവർക്ക് ഫീലിംഗ് സ്മാർട്ടർ ഇഷ്ടമാണ്. കിക്ക് നല്ല ഫീലിംഗ് ബെറ്റർ, ഡോപ്പമീൻ ഉണ്ടാവും. അതിനേക്കാൾ ഉപരി ചിലപ്പോ ആൻസർ അവര് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാലോ? ആൻസർ ഇല്ല, അതല്ല. അതായത് ക്വസ്റ്റ്യൻ ഇതിന്റെ സംഭവം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ക്വസ്റ്റ്യൻ റെഡിറ്റിൽ എന്തോ പോസ്റ്റ് ചെയ്തു, അതിന് പ്രോപ്പറായിട്ട് ആൻസർ വന്നില്ല. അപ്പൊ പുള്ളി ആ ക്വസ്റ്റ്യൻ പോയിട്ട് വേറൊരു അക്കൗണ്ടിൽ നിന്ന് തെറ്റായ ആൻസർ പറഞ്ഞു. അപ്പൊ ആ തെറ്റായ ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ക്വസ്റ്റ്യൻ പോപ്പുലറായി. ആൾക്കാർ ഈ തെറ്റായ ആൻസർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ വന്നു. അങ്ങനെ അതിപ്പോ അതല്ലെങ്കിലും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ തന്നെ പഠിക്കുമ്പോഴേ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ടെന്റേറ്റീവ് ആൻസർ പറഞ്ഞെന്ന് വെച്ചു, അത് അവിടെ ചിലപ്പോ എനിക്ക് പോലും ഷുവർ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആൾക്കാർ വന്ന് അതിനെ അറ്റാക്ക് ചെയ്യണ കാണാം. അപ്പൊ റൈറ്റ് ആൻസറിലോട്ട് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യാറുണ്ട്. അത് അവിടെ വരെ പോകണ്ട, നമ്മൾ ഇന്റർനെറ്റ് സെർച്ചിൽ തന്നെ വേണ്ട. ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ സെഷൻ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇപ്പൊ ഈ ലോ ഏതെങ്കിലും വെൽ നോൺ ഫിനോമിനയിൽ ആരെങ്കിലും മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആൻസർ വരും. അതുമായിരിക്കാം, മനസ്സിലായില്ലേ? ഇപ്പൊ പ്രോപ്പർ ഫ്രെയിം കിട്ടുന്നുണ്ടാവാം, മനസ്സിലായില്ലേ? ഒരാൾക്ക് ഡയറക്ഷൻ കൊടുക്കണതിനേക്കാള് ഫീൽ ഗുഡ് ഫാക്ടർ കറക്റ്റ് ചെയ്യുമ്പോ കിട്ടുന്നാണ് തോന്നുന്നത്. അല്ല, അറിയാവുന്നവരെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്നോട് ഒരു കാര്യം പറയാം, എക്സ് അറിയാവുന്ന ശരിക്കും അറിയാൻ പറ്റില്ല. എന്ന സ്ഥാനത്ത് നിങ്ങൾ പറയണ ഇതൊക്കെ ഉണ്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോ എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അതും ആയിരിക്കൂടെ? ഇല്ല, അങ്ങനെയല്ല.
അതായത് അല്ല അങ്ങനെ ആവാം. കറക്റ്റ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞതായിരിക്കും ഒന്ന് കാര്യം അയാൾ പറഞ്ഞത്. അതല്ലെന്നേ, അതായത് ഒരു എന്താ പറയാ, ഒരു പൊട്ടൻഷ്യൽ ആൻസർ കൊടുത്തിട്ട് ആൾക്കാർ വന്നിട്ട് അതിനെ ഇതാക്കണല്ല, എക്സ്പാൻഡ് ചെയ്യണമല്ല, റോങ് ആൻസർ കൊടുക്കണം. റോങ് ആൻസർ കറക്റ്റ് ചെയ്യണേനാണ്. അല്ല അപ്പൊ ആ റോങ് ആൻസർ ഇല്ല, അതിനകത്തൊരു ഫ്രെയിം ഉണ്ടാവും, സോ ദാറ്റ് അതായത് മറ്റുള്ളവർക്ക് കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതാണ് അതിന്റെ ആൻസർ എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് മനസ്സിലായില്ല. അല്ല ഞാൻ കോൺവേസ് ലോ പറഞ്ഞു മറ്റേ എന്താ പറയാ ഓർഗനൈസേഷൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയുന്നത് സ്ഥലത്ത് ഒരു 3-4 എക്സാമ്പിൾസ് പറഞ്ഞു നോക്കിയേ, 15 എണ്ണം പോലും ആ ഫ്രെയിം കിട്ടും ആൾക്കാർക്ക്. അതിനാലെ അവർക്ക് സ്വയം ആൻസർ ചെയ്യാനായിട്ടുള്ള കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവില്ല ചിലപ്പോ. പക്ഷെ നമ്മൾ പറയണ സാധനം അവർക്ക് മനസ്സിലാവും. മനസ്സിലായോ? അപ്പോൾ ഒരാൾ ഒരു തെറ്റായിട്ടൊരു ഉത്തരം ഫ്രെയിം ചെയ്യുമ്പോൾ അവർ ആ കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് ആ സ്പെസിഫിക് പ്രോബ്ലം സ്പേസിൻ്റെ സൊല്യൂഷൻ സ്പേസിലോട്ട് മാപ്പ് ചെയ്ത്, പക്ഷേ തെറ്റായിട്ടാണ് അവതരിപ്പിച്ചേക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ആ മാപ്പിംഗ് കിട്ടും, ഫ്രെയിമും കിട്ടും, തെറ്റും മനസ്സിലാവും, കറക്റ്റ് ചെയ്യാനും പറ്റും. ഇത് പ്രോപ്പർ സ്റ്റഡി അല്ല നടന്നേക്കണത്, പക്ഷെ സോഷ്യൽ എക്സ്പെരിമെന്റ് നടന്നിട്ടുണ്ട്. സോഷ്യൽ എക്സ്പെരിമെന്റിൽ വന്നേക്കണത് ഈ സെറ്റപ്പിലാണ്, അതായത് റോങ് ആൻസറിലാണ് കൂടുതൽ ആൾക്കാർ ഇത് ബൈനറി അല്ല, ഹിറ്റ് ചെയ്യണമെന്നുള്ളത്. അല്ല ഇത് ബൈനറി ആയിട്ടല്ല ഇവിടെ ഇപ്പൊ നമ്മളൊരു ലോ ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാന്നുള്ളതാണ്. ഇപ്പൊ ലേണിംഗ് ത്രൂ ആന്റി പാറ്റേൺ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് ഇപ്പൊ ഒരു പെർട്ടിക്കുലർ സാധനം നമ്മളൊരു ആൻസർ, നമ്മളൊരു ടെന്റേറ്റീവ് ആൻസർ ചെയ്താന്ന് പറഞ്ഞ് ഒന്നും വേണ്ടിയില്ലെങ്കിൽ ആരും വേണ്ടില്ല, കട്ടായി പോണ്ട് കേട്ടോ. എനിക്ക് മാത്രമാണോ? അല്ല 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 കട്ടായി പോണം പറയാൻ. ഒരു രക്ഷയില്ല. ഇപ്പൊ ഒന്നും കേൾക്കണില്ല കേട്ടോ. എനിക്ക് കേട്ടാ അല്ല ലാലിനെ കേൾക്കാം. ഓക്കെ സാർ എന്തെങ്കിലും കേൾക്കാനുണ്ടോ? ക്ലിയർ ആണോ? ഇല്ല ഇടക്കിടക്ക് വരും. ക്ലിയർ അല്ല എനിക്ക് ലാലിനെ കേൾക്കാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറയേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല അത്. നമുക്കേ ഇത് സ്റ്റോപ്പ് ചെയ്താലോ? ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. നല്ലതായിരിക്കും. സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ